ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വൈസ് പാണക്കാട്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ബ്ലാസ്റ്റിംഗ് സ്ട്രാറ്റജിയെ കുറിച്ചാണ്. സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും ഓടേണ്ട കാര്യമില്ല. ഇതിനകത്ത് പുതുതായിട്ടൊന്നും തന്നെ ഇല്ല, കുറച്ച് ലെവൽസ് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് സെറ്റപ്പാണോ ആ സെറ്റപ്പിന്റെ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബ്ലാസ്റ്റിംഗ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നല്ല ഒരു എന്താ പറയുക, മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷൻ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള ഒരു സൂപ്പർ സെറ്റപ്പാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റിന്റെ ഡയറക്ഷൻ അറിയുക എന്നുള്ളതാണ് ഒരു ട്രേഡറിനെ കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു ലെവലിന്റെ താഴെയായിട്ട് മാത്രമേ ഞാൻ സെല്ലിനെ കുറിച്ച് ആലോചിക്കുകയുള്ളൂ, ഒരു ലെവലിന്റെ മുകളിലായിട്ട് മാത്രമേ ഞാൻ ബൈയിനെ കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് എന്താണ്, നമുക്ക് ആവശ്യമില്ലാത്ത ട്രേഡുകളിലേക്ക് നമ്മൾ പോകുന്നത് ഒഴിവാവും എന്നുള്ളതാണ്. സോ ഈ ഒരു സ്ട്രാറ്റജി എനിക്ക് ആകാശത്ത് നിന്ന് കിട്ടിയൊന്നുമല്ല. എൻ്റെ ഒരു സ്റ്റുഡൻറ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ബേസ് ആയിരുന്നു. ആൻഡ് ആ ഒരു ബേസിന്റെ പുറത്ത് നിന്നിട്ട് ഞാൻ വർക്ക് ചെയ്തതാണ്. ആളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കുറെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആയിരുന്നു. ബട്ട് ഞാൻ നോക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ടു ബി ഫ്രാങ്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ടെസ്റ്റ് ചെയ്ത് വന്നപ്പം എനിക്ക് ഇതിനകത്തൊരു റിസൾട്ട് കിട്ടി. അതിനകത്തെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആലോചിച്ചപ്പം ഓക്കെ, ഇയാൾ പറഞ്ഞത് വേറെ ആയിരുന്നല്ലോ എന്നുള്ളത് ആലോചിക്കുന്ന പോലും ഞാൻ അപ്പോഴാണ്. സോ ഞാനിത് ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ, ഞാൻ ഇതുവരെ ഫോർവേഡ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായില്ല. ലൈക്ക് ഇൻ ദ സെൻസ് റിയൽ മാർക്കറ്റിൽ ഞാനത് ട്രേഡ് ചെയ്തിട്ടുണ്ടായില്ല. ബട്ട് ഞാനിത് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഞാൻ നോക്കുന്ന ലെവൽസ് അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന പ്രൈസ് ആക്ഷൻ ഇതിന്റെ കൂട്ടത്തിൽ വെച്ചാൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വന്നിട്ടുള്ള ട്രേഡുകൾ എന്താണോ ആ ഒരു ലെവലിലെല്ലാം തന്നെ ഇത് ആക്ട് ആവുന്നുണ്ട് എന്നുള്ളതാണ്. സോ അത് ആക്ട് ആവുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ മോർണിംഗ് വീഡിയോ ഞാൻ അവിടെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ. ആ ഒരു വീഡിയോ എടുത്തിട്ട് ആ ഒരു വീഡിയോയിൽ വരുന്ന ലെവൽസും അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന സ്ട്രാറ്റജിയിൽ വരുന്ന ലെവൽസും എങ്ങനെയാണ് വർക്ക് ആവുന്നത്, എങ്ങനെയാണ് കോറിലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊന്നും നോക്കിയാൽ മതി. സോ മിക്കവാറും സമയങ്ങളിലും അതും സംഭവിക്കുന്നുണ്ട്. സോ എന്നെ സംബന്ധിച്ച് എന്താവുകയാണ്, ഞാൻ നാളെ മുതൽ തന്നെ ഇത് റിയൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യും എന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു വീഡിയോ പ്രസന്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഉപയോഗിക്കാം, ഇൻ ദ സെൻസ് ഇൻഡെക്സിൽ ഉപയോഗിക്കാം. ഇനി ആരെങ്കിലും ഇൻഡെക്സിൽ യൂസ് ചെയ്യുന്നില്ല, ഇൻ ദ സെൻസ് ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യാനായിട്ടില്ല, അല്ലെങ്കിൽ ഇൻഡെക്സിൽ എനിക്ക് പ്രോപ്പറായിട്ടൊരു ഗ്രിപ്പ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്കിലും പ്രോപ്പറായിട്ട് ഈ ഒരു സ്ട്രാറ്റജിനെ യൂസ് ചെയ്തിട്ട് ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഫിറ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രോഫിറ്റ് ഉണ്ടാവുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഫിറ്റുകൾ നമുക്ക് ഈ സ്ട്രാറ്റജി വഴി കിട്ടുന്നുണ്ട്. ആൻഡ് അതിന്റെ കൂട്ടത്തിൽ വിത്ത് റൂൾസ് ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് മാറി നിൽക്കാൻ പറ്റുന്നുണ്ട്. സോ അത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. സോ ഇതിനകത്ത് ഞാൻ 2-3 ഏരിയകൾ പറയുന്നുണ്ട്, നോ ട്രേഡിംഗ് സോൺ ആയിട്ടുള്ള പോയിന്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ ക്ലീൻ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ആൻഡ് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാനിത് ഓൾമോസ്റ്റ് നിഫ്റ്റിയിൽ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല, ടു ബി ഫ്രാങ്ക്. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു 2-3 മാസത്തെ ഡാറ്റ ഇന്ന് ഇരുന്നിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു സമയത്തൊക്കെ എൻ്റെ പ്രൈസ് ആക്ഷനിൽ അല്ലെങ്കിൽ എൻ്റെ മെത്തേഡിൽ എവിടെയാണോ ട്രേഡ് വരുന്നത്, ഏറിയും കുറഞ്ഞും ആ ഒരു ഏരിയയിൽ തന്നെയാണ് ഈ ഒരു സെറ്റപ്പിലും ട്രേഡ് വരുന്നത് എന്നുള്ളതാണ് എനിക്ക് കോൺഫിഡൻസ് ഈ ഒരു സെറ്റപ്പിൽ കൂടുതൽ കിട്ടാനായിട്ടുള്ള കാര്യം. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അടുത്ത ദിവസം മുതൽ ഇതിനെ ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പോവുകയാണ് വിത്തൗട്ട് എനി ഡൗട്ട്. കാരണം ഇതിന്റെ കൂട്ടത്തിൽ നമുക്കൊരു പ്രൈസിനെ വായിക്കാൻ ഒരു പരിധി വരെ കുറച്ചൊക്കെ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജീനെ അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പിനെ നമുക്ക് വേറെ തലങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ്. സോ സ്റ്റോക്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഇൻഡെക്സിൽ യൂസ് ചെയ്യാം. മസ്റ്റായിട്ടും റൂൾസിനെ ഫോളോ ചെയ്യുക. റൂൾസ് മാത്രമേ ഇതിനകത്ത് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നുള്ളൂ. ആൻഡ് ഇതിനകത്ത് എനി കൈൻഡ് ഓഫ് ഇൻഡിക്കേറ്ററിനെയോ അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് ഐറ്റംസിനെയോ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. സിമ്പിൾ ആയിട്ട് ലെവൽസ് മാത്രമാണ് ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ നോട്ട്ബുക്കും പെന്നും റെഡി ആയിട്ടിരിക്കുക, എഴുതി വെക്കുക. എഗെയിൻ കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ റീവാച്ച് ചെയ്യുക, കൺഫ്യൂഷൻ വരുന്ന പോയിന്റ് എഗെയിൻ റീവാച്ച് ചെയ്യുക. ആൻഡ് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ എഴുതി വെക്കുക. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനിടയിലേക്ക് നിന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനിപ്പോൾ ഇതിനകത്ത് കുറച്ച് ലെവൽസ് പറയുന്നുണ്ട്. ആ ഒരു ലെവൽസിനകത്ത് നിങ്ങൾ എന്തെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഞാൻ ഈ എക്സ്പെരിമെന്റിന്റെ കാര്യം പറഞ്ഞത്
സ്റ്റോക്കിലാണെന്നുണ്ടെങ്കിൽ ഞാൻ സർട്ടൺ പ്രൈസ് റേഞ്ചിലുള്ള സ്റ്റോക്കിനെയാണ് പറയുന്നത്. ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എക്സാക്ട് ഇപ്പം ഞാനൊരു വാല്യൂ പറയുന്നുണ്ട്. നിഫ്റ്റിയിൽ ഞാനത് പറയുന്നില്ല. സോ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇൻ എനി ചാൻസ് നിങ്ങൾ ആ ഒരു വാല്യൂവിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. കാരണം ഇനി ആരെങ്കിലും ഇതിനെ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ വീഡിയോ പുതുതായിട്ട് കണ്ടിട്ട് ലൈക്ക് നമ്മുടെ കമന്റ്സിൽ നോക്കുമ്പം അവർക്ക് വിതൗട്ട് എനി ടൈം വേസ്റ്റ് അവർക്ക് നേരെ അതിനകത്തേക്ക് പോകാൻ പറ്റുമെന്നുള്ളതാണ്. സോ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് നിർബന്ധമായിട്ട് ശ്രമിക്കുക. ആൻഡ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അത് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് നേരെ ചാർട്ടിലേക്ക് പോകാം. എന്തൊക്കെയാണ് റൂൾസ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ആദ്യം നോക്കാം. അഗെയിൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്ക് ചെയ്യുക. സോ നമുക്ക് നേരെ ചാർട്ടിലേക്ക് പോവാം. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് ജസ്റ്റ് ഒരു ബ്ലാങ്ക് ചാർട്ടിലാണ്. ഞാനിവിടെ എടുക്കുന്ന ടൂള് എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ആ ഒരു ടൈം എങ്ങനെയാണ്, എന്താണ് ഇതിന്റെ സെറ്റിംഗ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുന്ന ടൂളാണ്. സോ ഞാനിവിടെ എടുക്കുന്ന ടൂള് ഗ്യാൻ ബോക്സിനെയാണ്. സോ ഗ്യാൻ ബോക്സിൽ ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലെവൽസ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. സോ ഈ ലെവൽസ് ഞാൻ ഏതാ മാർക്ക് ചെയ്തിട്ടുള്ളത്? ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ക്യാൻഡലിന്റെ ഹൈ ആണ്. ഡെയിലി ക്യാൻഡലിന്റെ ഹൈ ആണ്. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡെയിലി ക്യാൻഡലിന്റെ ലോ ആണ്. ഓക്കെ ആണോ? ഇത് ലോ പോയിന്റ് ആണ്, ഇത് ഹയസ്റ്റ് പോയിന്റ് ആണ്. സോ അതിനുശേഷം ഞാൻ ഇവിടെ കുറച്ച് ലെവൽസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. -25, 25 ആൻഡ് 75, 125 എന്നുള്ള ലെവൽസിന് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ലെവൽ എക്സാക്ട്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ സ്റ്റോക്കുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ ഇവിടെ ഞാൻ ഇതിന്റെ സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ, ഗ്യാൻ ബോക്സിന്റെ സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്കിവിടെ ഞാൻ ടെംപ്ലേറ്റിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്, സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതെങ്ങനെ ആഡ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സെറ്റിംഗ്സ് എന്താണോ, ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാൻ പോകുന്ന സെറ്റിംഗ്സ് എന്താണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ ഇതിനകത്ത് ഇവിടെ വേറെ പലതുമായിരിക്കും കിടക്കുന്നുണ്ടാവുക. സോ അതിനെല്ലാം തന്നെ നിങ്ങൾ അൺടിക്ക് ചെയ്യുക. ഇതൊന്നും വേണ്ട, ഇത് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. സോ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് അതിനെ 0 എന്നതിലേക്ക് മാറ്റുക. ആൻഡ് സെക്കൻഡ് 1 നിങ്ങളുടെ അത് വേറെ ഏതെങ്കിലും കിടക്കുന്നുണ്ടാവും, അതിനെ പോയിട്ട് എന്ത് ചെയ്യാം, -25ലേക്ക് -0.25ലേക്ക് മാറ്റുക. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ളത് 0.25ലേക്ക് മാറ്റുക. അതിന് കഴിഞ്ഞിട്ടുള്ളത് 0 ആണ്. അത് കഴിഞ്ഞിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് +1.25 ആണ്. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ളത് 0.75 ആണ്. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ളത് 1 എന്നുള്ള വാല്യൂ ആണ്. ദിസ് സെറ്റിംഗ്സ് ഓൺലി ഫോർ സ്റ്റോക്ക്. ഓക്കെ, ഇങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ പോയിട്ട് ഈ ഒരു ടെംപ്ലേറ്റ് എന്നുള്ളത് സേവ് ആസ് എന്നുള്ളത് കൊടുത്തിട്ട് സ്റ്റോക്ക് ആണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നെങ്കിൽ സ്റ്റോക്ക് എന്നുള്ളത് അടിച്ചു കൊടുക്കുക. നിർബന്ധമായിട്ടും അത് ചെയ്യുക. സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും സ്റ്റോക്ക് എന്നുള്ള പേരിൽ ഒരു ഡിഫോൾട്ട് സെറ്റിംഗ്സ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാക്കി വെക്കാം. സോ നിങ്ങൾ ലൈക്ക് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കൂടുതൽ കിട്ടാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്കിനകത്തും ഇതിനെ ബാക്ക് ടെസ്റ്റ് ചെയ്യാം. എപ്പോഴും പറയുന്ന പോലെ ചാർട്ടിന്റെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം. ആൻഡ് അഗെയിൻ ഞാൻ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇൻഡെക്സ് എന്നുള്ള കാര്യം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇൻഡെക്സിലേക്ക് മാറുമ്പോൾ ഇവിടെ വാല്യൂസ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് അല്ലേ. നേരത്തെ ഉണ്ടായിരുന്ന 25 എന്നുള്ള വാല്യൂവിന് പകരം ഇപ്പോൾ എത്രയുള്ളത് 15 ആണുള്ളത് അല്ലേ. സോ 15 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ സിമ്പിൾ ആയിട്ട് കാര്യം ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻഡലിന്റെ ലോ ആണ്, ഇത് ക്യാൻഡലിന്റെ ഹൈ ആണ്. സോ ഇവിടുന്ന് ഇങ്ങോട്ട് 15% ആൻഡ് ഇവിടുന്ന് ഇങ്ങോട്ട് 15% ആണ് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് 15%, ഇവിടുന്ന് ഇങ്ങോട്ട് 15%. ഇത്ര മാത്രമേ ഗെയിം ഉള്ളൂ. ബാക്കിയുള്ള റൂൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ ഇതാണ് നമ്മളുടെ ഇൻഡെക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഞാൻ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അതിന്റെ സെറ്റിംഗ്സിലേക്ക് പോയിട്ട് ഇതിന്റെ സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ നേരത്തെ ഇവിടെ 25 ആണ് ഉണ്ടായിരുന്നത്, അതിന് പകരം ഇപ്പം എന്തായിട്ടുണ്ട് 0.15 ആയിട്ടുണ്ട്. അതെല്ലാം തന്നെ 15 എന്നുള്ള ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. സോ ഈ ഒരു സെറ്റിംഗ്സിനെ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അത് സേവ് ആസ് എന്ന് കൊടുത്തിട്ട് അവിടെ ഒരു പേര് വരും, അതായത് ഒരു പോപ്പ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. സോ അവിടെ കൊടുക്കുമ്പോൾ ഇൻഡെക്സ് എന്നുള്ള പേരിൽ സേവ് ചെയ്ത് കൊടുക്കുക. സോ ഇതാണ് നമ്മളുടെ ഇൻഡെക്സിന്റെ സെറ്റിംഗ്സ്. നേരത്തെ നമ്മൾ കാണിച്ചത് നമ്മുടെ സ്റ്റോക്കിന്റെ സെറ്റിംഗ്സ് ആണ്. സോ ഇനി ഇതിനകത്ത് എന്തെങ്കിലും ബൈ ഡിഫോൾട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റും. സോ നിങ്ങൾക്ക് മാറ്റം ലൈക്ക് ഇൻ ദ സെൻസ് നിങ്ങൾ നിഫ്റ്റിയിലോ നിഫ്റ്റിയിലോ മാറ്റി മറിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബെറ്റർ റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. യൂസ്ഫുൾ ആവുന്ന ആളുകൾ ഉപയോഗിച്ചോട്ടെ എന്നുള്ളതാണ്. സോ ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇതിനകത്ത് നിങ്ങൾ ഒരു മാറ്റവും വരുത്താൻ നിൽക്കേണ്ട. കാരണം കുറച്ച് സെറ്റിംഗ്സ് ചെയ്യാൻ അങ്ങോട്ടും മാറ്റി വരുത്തി തിരിച്ചും മറിച്ച് നോക്കി കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് റിസൾട്ടാണ് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നത്. ഞാനിത് പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ ബാക്ക് ടെസ്റ്റിന്റെ കൂട്ടത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ പോയിന്റിലും ഞാൻ റൂളുകൾ തിരിച്ചും മറിച്ചും വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് എന്നുള്ള രീതിയിലാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. സോ റൂളുകളെല്ലാം തന്നെ അതേപോലെ തന്നെ ഫോളോ ചെയ്യുക.
നമ്പേഴ്സിനെ ലെവൽസിനെ നിങ്ങൾ മാറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ റിസൾട്ട്, ഇതിനേക്കാളും ബെറ്റർ റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. സോ ഞാൻ ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടും ആൻഡ് 1-2 സ്റ്റോക്കിന്റെ ചാർട്ടും മാത്രമാണ് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. സോ അതും നമുക്ക് ഒരു April 1 മുതലുള്ളത് മാത്രം ഒന്ന് പെട്ടെന്ന് പെടപെടാന്ന് പറഞ്ഞിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് പോവാം. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം റൂൾസുകൾ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് എഴുതി വെക്കുക എന്നുള്ളതാണ്. സോ ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തു അല്ലേ. സോ നമുക്ക് ലെവൽ ഇവിടെ കൺഫേം ആയി. സോ നമ്മൾ ആദ്യമേ പറഞ്ഞു ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ ലെവൽസ് ഇതേ കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെ ചെയ്യാമെന്ന് അറിയോ? നിങ്ങളുടെ ബ്രോക്കറുടെ പ്ലാറ്റ്ഫോമിൽ ചെയ്യാം. കാരണം ഞാനിപ്പം ഈ ഒരു സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ടിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് നിങ്ങളുടെ ബ്രോക്കറുടെ ചാർട്ടിൽ പോവുക, ഇതിനകത്ത് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിനെ യൂസ് ചെയ്യുക, ഇതിനകത്ത് 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിനെ യൂസ് ചെയ്യുക. സോ ഇതെന്താണ്? ഇത് പ്രീവിയസ് ഡേയിലെ ചാർട്ടാണ്. ഞാൻ പറയുമ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെന്താണ്? ഇത് പ്രസന്റ് ഡേയിലെ ചാർട്ടാണ്. ഞാൻ ട്രേഡ് എടുക്കാൻ പോകുന്നത് പ്രസന്റ് ഡേയിലെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. ബട്ട് ഞാൻ ഈ ഒരു വാല്യൂവിനെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഡേയിലെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലാണ്. ക്ലിയർ ആയില്ലേ? ഞാൻ ഈ ഒരു വാല്യൂവിനെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഡേയിലെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലാണ്. ട്രേഡ് ഞാൻ എടുക്കാൻ പോകുന്നത് പ്രസന്റ് ഡേയിലെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. ഇനിയാണ് നമ്മളുടെ റൂളുകൾ കേട്ടോ. റൂൾ നമ്പർ 1 എന്താണ്? റൂൾ നമ്പർ 1, ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു ഇൻ ബിറ്റ്വീൻ ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഇൻ ബിറ്റ്വീൻ ഏരിയ എനിക്കൊരു നോ ട്രേഡ് സോൺ ആണ്. ക്ലിയർ ആണോ? ട്രേഡ് എടുക്കാൻ പറ്റാത്ത ഒരു ഏരിയ ആണ് ഈ ഒരു നോ ട്രേഡ് ഏരിയ എന്ന് പറയുന്നത്. സോ ഇതും എനിക്ക് എന്താണ്? നോ ട്രേഡ് സോൺ ആണ്. സോ ഇത് പറയുമ്പോൾ തന്നെ ഇനി ഞാൻ വേറെ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ എന്നല്ല, അതിൻ്റെ ചെറിയൊരു അതിനകത്ത് വരാൻ പോകുന്ന ചെറിയൊരു വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ലെറ്റ്സ് സേ നമ്മൾ ഒരു സ്റ്റോക്കിൽ ട്രേഡിനെ പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം? ഞാൻ ഈ ഒരു ചാർട്ടിനെ ഇങ്ങോട്ടേക്ക് ഒന്ന് മാറ്റിയിട്ട് ഞാൻ അടുത്ത ആ ഒരു സ്റ്റോക്കിന്റെ നമ്മുടെ ലെവൽസും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്യാം. സോ ഞാൻ ഇപ്പം ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ എൻ്റെ സെറ്റിംഗ്സിൽ പോയിട്ട് ഞാൻ സ്റ്റോക്കിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പം എൻ്റെ ലെവൽസ് ഡിഫറെൻ്റ് ആണ് വരുന്നത് അല്ലേ. സോ സ്റ്റോക്കിലേക്കാണ് നോക്കുന്നതെങ്കിൽ, ഇൻഡെക്സിലാണെന്നുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾ പ്രോപ്പറായിട്ട് നോ ട്രേഡ് സോൺ ആയിട്ട് തന്നെ എടുക്കാം. സ്റ്റോക്കിലേക്കാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ റിവേഴ്സൽ ട്രേഡ് വരുന്നതായിട്ട് കാണാൻ പറ്റും. കൺഫ്യൂസ്ഡ് ആവേണ്ട, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. സോ ഇനി എന്താണ് നമ്മളുടെ റൂളുകൾ, എങ്ങനെയാണ് നമ്മളുടെ കാര്യങ്ങൾ? സോ ഞാൻ സ്റ്റോക്കിനകത്ത് ഇതിനകത്ത് ഈ ഒരു ഇൻഡെക്സിന്റെ ചാർട്ടിൽ വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഓൾമോസ്റ്റ് റൂളുകളെല്ലാം തന്നെ 110% ഇതിനകത്തും സിമിലർ ആണ്. ബട്ട് ഇതിനകത്ത് ഈ ഒരു കാര്യത്തിൽ മാത്രമേ സംടൈംസിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. സോ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനെ വിട്ടുകളയാ. ആരെങ്കിലും എക്സ്ട്രാ ഹാർഡ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു എക്സ്ട്രാ ബോണസ് ടിപ്പ് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം. സോ ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഞാനിത് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ എടുത്തു, ഞാൻ ഇതിനെ എക്സ്ട്രാ ആയിട്ട് ഇങ്ങോട്ട് വരച്ചു വെച്ചു. ഞാനത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നേക്കാം. ഞാൻ എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് ഞാൻ ഇപ്പൊ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരാം. ഞാനത് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ ഇതിനെ എടുക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് ആ ഒരു ചാർട്ടിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ ഞാനിപ്പോൾ ഉള്ളത് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടാണ് ബാങ്ക് നിഫ്റ്റിയുടെ. ഞാനിവിടെ ചാർട്ടിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ബാങ്ക് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിനെയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തുള്ളത് 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇത് 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടാണ്, ഇത് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടാണ്. സോ എനിക്ക് എന്താണ് വേണ്ടത്? അടുത്ത ദിവസത്തേക്ക് ട്രേഡ് ചെയ്യാനായിട്ട് തലേ ദിവസത്തെ ഡെയിലി ടൈം ഫ്രെയിം ക്യാൻഡിലാണ് ഞാൻ എടുക്കുന്നത് അല്ലേ. സോ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു മാഗ്നറ്റിനെ ഞാൻ ഇവിടെ ഓൺ ആക്കി. ഈ മാഗ്നറ്റിനെ ഓൺ ആക്കണം എന്താ വെച്ചാൽ എക്സാക്ട് എനിക്ക് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു വ്യത്യാസവും വരാണ്ട്. ഹൈ ആണ് എനിക്ക് വേണ്ടതെങ്കിൽ കറക്റ്റ് ഹൈയിലേക്ക് ആ ഒരു ടൂളിനെ ഈ ഒരു മാഗ്നറ്റ് അപ്ലൈ ചെയ്യും. ലോ ആണ് എനിക്ക് വേണ്ടതെങ്കിൽ കറക്റ്റ് ലോയിലേക്ക് ഈ ഒരു ടൂളിനെ ആ മാഗ്നറ്റ് അപ്ലൈ ചെയ്യും എന്നുള്ളതാണ്. സോ ഞാനിവിടെ പോയിട്ട് എൻ്റെ ഗ്യാൻ ബോക്സിനെ ഞാൻ എടുക്കുകയാണ്. ഞാൻ നോക്കുന്നത് ഓക്കെ 25, ദാറ്റ് മീൻസ് അത് സ്റ്റോക്കിൻ്റെ ആണ്. ഞാനത് ഇൻഡെക്സിലേക്ക് മാറ്റാം. ഇൻഡെക്സിലേക്ക് മാറ്റി ഓക്കെ ഞാൻ കൊടുത്തു. സോ ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഒരു ദിവസത്തെ, അതായത് കൺഫ്യൂസ്ഡ് ആവേണ്ട, ഞാൻ ഈ ഒരു ക്യാൻഡിലിനെ ഞാനിങ്ങനെ ഹൈലൈറ്റ് ചെയ്യാം. സോ ഞാൻ ഇവിടുന്ന് ഗ്യാൻ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ വെച്ചു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ വെക്കുമ്പോൾ തന്നെ ഇതെന്താ കറക്റ്റ് ലോയിലാണ് പോകണം അല്ലേ. ഇവിടുന്ന് ഞാൻ മുകളിലേക്ക് എടുത്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടുപോയി വെച്ചു. കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക്? ഞാൻ ഹൈയിൽ നിന്ന്, അതായത് ഈ 0 എന്ന് പറയുന്ന പോയിന്റ് വരുന്നത് ലോയിലാണ്, 1 എന്ന് പറഞ്ഞ പോയിന്റ് വരുന്നത് ഹൈയിലാണ്. സോ എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാനില്ല. എന്തുകൊണ്ടാണ്? ഞാനിവിടെ ഈ മാഗ്നറ്റ് എന്നുള്ള ടൂളിനെ ഓൺ ആക്കിയത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് മാറ്റമൊന്നും വരാനില്ല. സോ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇതിനെ വിട്ട് കഴിഞ്ഞാലും
ഇത് ലോയിലേക്കാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഹയസ്റ്റ് പോയിന്റ് വെച്ചിട്ട് വിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഹൈയിലേക്കാണ് വരിക. അതായത് നേരത്തെ ഞാൻ ഇവിടെ ഇതിന്റെ തൊട്ടടുത്തുള്ള ഏതായിരുന്നു ക്ലോസ് ആണ്, കറക്റ്റ് ക്ലോസിലാണ് ഇത് വന്നു നിന്നിട്ടുള്ളത് അല്ലേ. ബട്ട് ഞാൻ ഇതിന്റെ ഹയസ്റ്റ് പോയിന്റ് അടുത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഹൈയിലേക്കായിരിക്കും ഈ ഒരു ടൂൾ അപ്ലൈ ആവുക. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മാഗ്നറ്റ് എന്നുള്ള സാധനത്തിനെ ഞാൻ ഓൺ ആക്കിയിട്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈനെയും ലോയിനെയും മാനുവലായിട്ട് വെച്ചുണ്ടാക്കിയൊക്കെ സമയം കളയേണ്ടി വരും. സോ ഇപ്പോൾ എനിക്ക് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഇങ്ങനെ ഒരു സിനാരിയോ കിട്ടി. ആൻഡ് ഞാൻ ഇവിടെ ഈ ഒരു ചാർട്ടിനെയും കൂടി ഞാൻ അപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് ഫയേഴ്സിന്റെ ചാർട്ടിലാണ്. നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ നോക്കിയപ്പോൾ ഈ ഒരു സംഗതി ഇതിനകത്തേക്ക് സിങ്ക് ആവുന്നില്ല. നമ്മുടെ ഈ ഒരു ടൂൾ ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, അതേ ഒരു ലെവൽ ഇതിനകത്തേക്കും സിങ്ക് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബട്ട് ഇൻ ദിസ് കേസ് എനിക്കത് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മാത്രം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഫയേഴ്സിന്റെ ചാർട്ടിനകത്തേക്ക് വന്നിട്ടുണ്ട്. സോ ചാർട്ട് ചെയ്താലും നമുക്ക് വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. സോ ഞാൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, നമ്മൾ നേരത്തെ എടുത്ത സെയിം വാല്യൂസ് തന്നെയാണ്. ഇവിടെ ഞാൻ ലോ മുതൽ ഇവിടെ ഞാൻ ഹൈ വരെ ഞാൻ കണക്ട് ചെയ്തു. അതിന്റെ മുകളിലേക്ക് 15% എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്, താഴത്തേക്ക് 15% താഴത്തേക്കും കാണിച്ചിട്ടുണ്ട്, ലോയിൽ നിന്ന് മുകളിലേക്ക് 15ഉം താഴത്തേക്ക് 15ഉം കാണിച്ചിട്ടുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത്. സോ ഇനി എന്താണ് എൻ്റെ ട്രേഡ് ഇതിനകത്ത് വരാൻ പോകുന്നത്? സിമ്പിൾ ആയിട്ട് ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്റെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടാണ്. ഇതെന്റെ പ്രീവിയസ് ഡേ ഡെയിലി ക്യാൻഡിലാണ്. സോ എനിക്ക് നോക്കുന്നത് ഇവിടത്തോടു കൂടി ഇന്നലത്തെ ദിവസം കഴിഞ്ഞു. ഇത് അടുത്ത ദിവസം ട്രേഡ് ചെയ്യാനുള്ള എൻ്റെ ലെവൽസ് ആണ്. ഈ കാണുന്ന ലെവൽസ് അടുത്ത ദിവസത്തേക്ക് എനിക്ക് ട്രേഡ് ചെയ്യാനുള്ള ലെവൽസ് ആണ്. മനസ്സിലായില്ലേ കാര്യം? സോ ഞാൻ ഈ ഒരു ദിവസം നോക്കുമ്പോൾ, അതായത് 25-ാം തീയതി നോക്കുമ്പോൾ ഇവിടം മുതൽ ഇവിടം വരെ ക്ലോസ് ചെയ്തിട്ടുള്ള ഹൈ ആയിട്ടുള്ള സൂപ്പർ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ എനിക്ക് കിട്ടി അല്ലേ, ശരിയല്ലേ? ഗ്രീൻ ക്യാൻഡിൽ എനിക്ക് കിട്ടി. സോ ഇനി എന്നെ സംബന്ധിച്ച് സിമ്പിൾ ആണ് കാര്യങ്ങൾ. എന്നെ സംബന്ധിച്ച് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ട്രേഡ് വരുന്നില്ല, ഞാൻ ട്രേഡ് എടുക്കാൻ പോകുന്നില്ല. ഓക്കെ ആണോ? മാർക്കറ്റ് ഇവിടുന്ന് താഴെ വന്നിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് എനിക്ക് മുകളിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാം. മാർക്കറ്റ് ഇവിടുന്ന് മുകളിൽ പോയിട്ട് ഇവിടെ എനിക്കൊരു നെഗറ്റീവ് ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് താഴത്തേക്കുള്ള ട്രേഡിനെ എനിക്ക് പ്ലാൻ ചെയ്യാം. ഇതിന്റെ തൊട്ടടുത്തുള്ള സ്വിംഗ് ഏതാണോ ആ സ്വിംഗിന്റെ മുകളിൽ നിങ്ങൾക്ക് SL ആയിട്ട് കീപ്പ് ചെയ്യാം. സംടൈംസ് ഇതായിരിക്കും നിയറസ്റ്റ് വരുന്ന പോയിന്റ്, അവിടെ നിങ്ങൾക്ക് SL ആയിട്ട് കീപ്പ് ചെയ്യാം. ഇവിടെ എന്താണോ സ്വിംഗ് ആ ഒരു സ്വിംഗിനെ നിങ്ങൾക്ക് SL ആയിട്ട് കീപ്പ് ചെയ്യാം. ഇൻ ദ സെൻസ് പ്രീവിയസ്ലി ഉണ്ടാക്കിയിട്ടുള്ള സ്വിംഗ് എന്താണോ അതിനെ നിങ്ങൾക്ക് SL ആയിട്ട് കീപ്പ് ചെയ്യാം. സംടൈംസ് ഇതിനെ നിങ്ങളുടെ SL ആയിട്ട് കീപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ ഫണ്ട? മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇവിടെ സിംഗ് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്യാൻഡിലെ ചോട്ടിൽ തന്നെ SL പ്രോപ്പറായിട്ട് സെറ്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ റിവേഴ്സൽ ട്രേഡ് എവിടേക്കാണ് വരണേ? റിവേഴ്സൽ ട്രേഡ് വരുന്നത് ഇവിടുന്ന് മാർക്കറ്റ് പോയി ട്രാവൽ ചെയ്തിട്ട് ഇവിടുന്ന് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ റിവേഴ്സൽ ട്രേഡ് വരുന്നുണ്ട്. അതേപോലെ ഇവിടുന്ന് മാർക്കറ്റ് വന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് റിവേഴ്സൽ ട്രേഡ് വരുന്നുണ്ട്. ഇവിടുന്ന് എന്തായാലും ഇങ്ങോട്ട് എത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയി ഷോർട്ട് ചെയ്യാൻ കണ്ട ഷോർട്ടായിട്ട് പടമായിട്ട് ചുമലിരിക്കും. കാരണം മാർക്കറ്റിന് ഇവിടുന്ന് ഇങ്ങോട്ടും പോവാം അല്ലേ. സോ അതുപോലെ തന്നെ ഇവിടുന്ന് എന്തായാലും ഇങ്ങോട്ടേറ്റം എത്തുമല്ലോ എന്ന് വിചാരിച്ചാൽ അതിയോളന്മാരാന്ന് കണ്ട അവിടെയും ഷോർട്ടായിട്ട് പടമായിട്ടിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് സിമ്പിൾ ആയിട്ട് പറയാനുള്ളത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതെന്താണ്? നോ ട്രേഡ് സോൺ ആണ് ഫോർ ഇൻഡെക്സ്. ഇൻഡെക്സ് നിർബന്ധമായിട്ടും ഇതിനെ നോ ട്രേഡ് സോൺ ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ആൻഡ് ഇൻ എനി ചാൻസ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഇവിടെ ഓപ്പൺ ആവുകയാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. ഇൻ എനി ചാൻസ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഈ റേഞ്ചിന്റെ ഉള്ളിൽ തന്നെയാണെന്ന് വെക്കുക. ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. അല്ലെങ്കിൽ ഞാൻ ഇവിടെ എന്ന് പറഞ്ഞത് ഇവിടെ നമ്മളൊന്ന് പറഞ്ഞു ആൻഡ് അടുത്തത് പറഞ്ഞത് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ്. ഇവിടെ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിലും ഇവിടുന്ന് റിവേഴ്സൽ ട്രേഡിനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇൻ ബിറ്റ്വീൻ ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുന്ന ക്യാൻഡലിന്റെ മുകളിലായിട്ട് എനിക്ക് ബൈ ട്രേഡിനെ പോകാൻ പറ്റും. ഈ ഒരു ലെവലിന്റെ താഴെ അല്ലെങ്കിൽ പ്രീവിയസ്ലി ഇവിടെ ഒരു സ്വിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്വിംഗിന്റെ താഴെയായിട്ട് എനിക്ക് എന്റെ സ്റ്റോപ്പ് ലോസിനെ സെറ്റ് ചെയ്യാൻ പറ്റും. 1:3 or 4 ഒക്കെ നിങ്ങൾക്ക് ടാർഗറ്റ് ആയിട്ട് എയിം ചെയ്യാൻ പറ്റും. ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡുകൾ വരും. ആൻഡ് അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് വന്നിട്ട് താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ക്യാൻഡലിന്റെ താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൽ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇതുവരെയുള്ള ഒരു ടാർഗറ്റിനെ നിങ്ങൾക്ക് എയിം ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഇതുവരെയുള്ള ടാർഗറ്റിനെ എന്ന് പറഞ്ഞാൽ അത് കിട്ടിയാലേ ഞാൻ മാറൂ എന്നുള്ള വാശിയൊന്നും പിടിക്കാൻ നിൽക്കണ്ട. പ്രീവിയസ്ലി ഇവിടെ ഇങ്ങനെ ഒരു സ്വിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്വിംഗിലൊക്കെ എത്തുമ്പോൾ ഒരു 50% ഓർ എൽസ് ഒരു 75% ബുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള SLനെ കോസ്റ്റിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതിനു വേണ്ടി ട്രൈ ചെയ്യാം. ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മിക്കവാറും കേസുകളിലൊക്കെ ഈ ഒരു ലെവല് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, കാണാൻ പറ്റും. ഓക്കെ,
സോ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ, അതായത് തലേ ദിവസം ഇങ്ങനെ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലാണ് നമ്മൾ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, ബുള്ളിഷ് ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഓപ്പണിങ്ങിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ. വാട്ട് ഇഫ് പ്രീവിയസ് ഡേ ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിലാണ്, ഒരു നെഗറ്റീവ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ? മാർക്കറ്റ് മിക്കവാറും സമയം ഓപ്പൺ ആവാൻ പോകുന്നത് ഇതിന്റെ തൊട്ടടുത്തുള്ള ഈ ഒരു പോയിന്റിലൊക്കെ ആയിരിക്കും അല്ലെ, ഇതിന്റെ തൊട്ടടുത്തുള്ള ഈ ഒരു പോയിന്റിലൊക്കെ ആയിരിക്കും. ഐദർ മാർക്കറ്റിന് എന്താവാം, ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവാം. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്താ റൂള്, ഇതിന്റെ ഗ്യാപ്പ് അപ്പ് നമ്മൾ പറഞ്ഞിട്ടില്ല, ഇതിന്റെ ഗ്യാപ്പ് ഡൗൺ നമ്മൾ പറഞ്ഞിട്ടില്ല, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. സോ ഇൻ ബിറ്റ്വീനിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ എന്താണ് റൂള്, സെയിം റൂള്. മാർക്കറ്റിൽ ഒന്നെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് റിവേഴ്സൽ കാണിക്കണം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് താഴത്തേക്കുള്ളത് കാണിക്കണം. ആൻഡ് ഇതിന്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നോ ട്രേഡ് സോൺ ആണ്. ബട്ട് അതല്ലാണ്ട് മാർക്കറ്റ് ഇവിടുന്ന് പോയിട്ട് ഇതിന്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഈ ഒരു ടാർഗറ്റിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് അതല്ലാതെ ഇവിടുന്ന് താഴേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടുന്നും ഒരു 1:4 എന്നുള്ള ലെവലിലേക്കുള്ള ഒരു ടാർഗറ്റിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ്. സോ വാട്ട് ഇഫ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് റേഞ്ച് എന്താണ്, ഒന്ന് ഈ ഒരു ലെവൽ നമുക്കുണ്ട്, ഒന്ന് ഈ ഒരു ലെവൽ നമുക്കുണ്ട് അല്ലേ. സോ ഇതിന്റെ താഴെയോ മുകളിലായിട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം നമ്മുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത്? സിമ്പിൾ ആണ് പരിപാടി. ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ വെയിറ്റ് ചെയ്യുക, ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നോക്കുക. ഇവിടെയുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷാർപ്പായിട്ട് റിവേഴ്സൽ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു റിവേഴ്സൽ ട്രേഡിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ് പരിപാടി. ബട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുന്ന് മാർക്കറ്റ് നിൽക്കാണ്ട് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഷോർട്ടിനെ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഇതിന്റെ താഴത്തേക്ക് തന്നെ മാർക്കറ്റ് വരേണ്ടതുണ്ട്. ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും കയറി പോന്നിട്ട് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ ലോങ്ങിനെ പ്ലാൻ ചെയ്യേണ്ട. ലോങ്ങിനെ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് തന്നെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട്. ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ എന്താവുന്നത്, ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആൻഡ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒറ്റ പ്രാവശ്യം കൂടി ഇതിന്റെ റൂൾ പറഞ്ഞിട്ട് നമ്മൾ ചാർട്ടിലേക്ക് പോവാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് റൂൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് ഇൻ ബിറ്റ്വീൻ ആണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഈ ഒരു പോയിന്റ് എന്തായിട്ട് ആക്ട് ചെയ്യും, ഈ ഒരു പോയിന്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും, ഈ ഒരു പോയിന്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും, ഈ ഒരു പോയിന്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതിന്റെ മുകളിൽ മാത്രമേ ഷാർപ്പായിട്ടുള്ള മൊമെന്റം ഉണ്ടാവുള്ളൂ. സോ മാർക്കറ്റ് ഇവിടുന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു പോയിന്റിൽ നിന്നും താഴത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഇവിടുന്ന് റിജക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ട്രേഡ് എടുക്കും. ഓറൽസ് ഇതിന്റെ മുകളിൽ പോയിട്ട് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ മാർക്കറ്റ് വരേണ്ടതുണ്ട്. ഇവിടുന്ന് മാത്രമേ ഡയറക്ഷണൽ ഫോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടുന്ന് ഓപ്പൺ ആയിട്ട് താഴത്തേക്കാണ് വരുന്നതെങ്കിൽ ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും, ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും, ഇതൊരു സപ്പോർട്ട് ആക്ട് ചെയ്യും. ബട്ട് ഇതിനെ ബ്രേക്ക് ഡൗൺ തന്നു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ഇതിനെ ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഷാർപ്പായിട്ട് മൊമെന്റം കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇതിനെ ബ്രേക്ക് ഡൗൺ തന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഷാർപ്പായിട്ട് താഴത്തേക്കും വരാൻ സാധ്യതയുണ്ട്. സോ ഇവിടുന്ന് ഒരു റിവേഴ്സൽ കണ്ടു കഴിഞ്ഞാൽ, ഇൻ ദ സെൻസ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ മുകളിലേക്കുള്ള ട്രെൻഡ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതല്ല ഈ ഒരു പോയിന്റിൽ വന്നിട്ട് റിവേഴ്സൽ ക്യാൻഡിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് ഒന്നെങ്കിൽ ഈ ഒരു ലെവലിന്റെ മുകളിലേക്ക് തന്നെ എത്തണം, അല്ലെങ്കിൽ ഈ ഒരു ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും താഴത്തേക്ക് മൊമെന്റം കാണാൻ സാധ്യതയുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ ഈ ഒരു ഏരിയ എന്തായിട്ട് ആക്ട് ചെയ്യും, സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. സപ്പോർട്ടായിട്ട് ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന ടെൻഡൻസി നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ ഇവിടെയാണ് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ, പ്രീവിയസ് ഡേ ഒരു നെഗറ്റീവ് ക്യാൻഡിലായിരുന്നു, ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും കേസിൽ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് ഇവിടുന്ന് ഷാർപ്പായിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സിമ്പിൾ ആയിട്ട് റൂൾ മനസ്സിലായില്ലേ? ആൻഡ് അഗെയിൻ ഞാൻ സ്റ്റോക്കിന്റെ റൂളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു റേഞ്ച് സ്റ്റോക്കിൽ ഒന്നാമത്തെ കാര്യം എന്താണ്, 0.25% നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ. മൊത്തം മൂവിന്റെ 0.25% നമ്മൾ എടുത്തിട്ടുള്ളത്. സോ ഈ ഒരു 0.25% നല്ലൊരു റേഞ്ച് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള റിവേഴ്സൽ നമുക്ക് കാണാൻ പറ്റും. ഇൻ ബിറ്റ്വീൻ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് ഷാർപ്പായിട്ടും താഴത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു എം റിവേഴ്സൽ പാറ്റേണോ ഇവിടെ എത്തുമ്പോൾ ഒരു W റിവേഴ്സൽ പാറ്റേണോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇപ്പം ഇത് നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, ഒരു 6-7 സ്റ്റോക്കിനെ നിങ്ങൾ പിക്ക് ചെയ്ത് വെക്കുക. എങ്ങനെ പിക്ക് ചെയ്യാം, ഏത് സ്റ്റോക്കിനെ പിക്ക് ചെയ്യാം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. സോ എന്നിട്ട് അതിനകത്ത് ഏതാണോ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷനിൽ കാണിക്കുന്നത് അതിനെ മാത്രം ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഏത് സ്റ്റോക്കിനെ നമുക്ക് പിക്ക് ചെയ്യാം? സോ 750 to 1000 rupees റേഞ്ചിൽ വരുന്ന സ്റ്റോക്കിനെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. 750 to 1000 points 1000 rupeesന്റെ റേഞ്ചിൽ വരുന്ന സ്റ്റോക്കിനെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. സോ റൂളായിട്ട് ഫോളോ ചെയ്യുക. നിർബന്ധമായിട്ടും എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. സോ നമുക്ക് നേരെ ചാർട്ടിലേക്ക് പോവാം. ഏകദേശം ഒരു February 1st മുതൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം എന്നുള്ളതാണ്. സോ നമുക്ക് നേരെ February 1st പോവാം. സോ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഈ ഒരു ചാർട്ടിനെ ഞാൻ
ഇൻഡിക്കേറ്ററിനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഈ ഒരു പ്രൈസിനെ ഞാൻ ഓൺ ചെയ്യാണ്. ആൻഡ് ഇതിനൊന്ന് ചെറുതാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഏപ്രിൽ ഫസ്റ്റിലേക്ക് പോകാൻ പോവാണ്. ഇതിന്റെ താഴത്തേക്കുള്ള ഇതിന്റെ പിറകോട്ടുള്ള ചാർട്ടിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. സോ ഇതിനകത്ത് ഞാൻ 5 minute ടൈം ഫ്രെയിം ചാർട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ അവനെ ഞാൻ എന്ത് ചെയ്യാണ്, ഏപ്രിൽ ഫസ്റ്റിലേക്ക് കൊണ്ടുപോവാണ്. ഗോ ടു ഏപ്രിൽ ഫസ്റ്റ്, ഗോ ടു യുവർ ക്ലാസ്സസ് അല്ലേ. ഓക്കെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഇവിടുന്ന് അഗെയിൻ ഗ്യാൻ ബോക്സിനെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഗ്യാൻ ബോക്സിനെ 1 second ഞാനിവിടെ ഇവനൊന്ന് ഓൺ ആക്കിയിട്ടെ. ഓക്കെ, ഞാൻ അഗെയിൻ ഗ്യാൻ ബോക്സിനെ എടുത്തിട്ട് ഏപ്രിൽ ഫസ്റ്റിലുള്ള എന്താണോ നെഗറ്റീവ് ക്യാൻഡിൽ അവിടെ മുതൽ ഞാൻ ഈ ഒരു ഗ്യാൻ ബോക്സിനെ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇതാണ് എൻ്റെ ലോ, ഇതാണ് എൻ്റെ ഹൈ അല്ലേ, ഇതാണ് എൻ്റെ ഹൈ ആൻഡ് ഇതാണ് എൻ്റെ ലോ. ചുമ്മാ അവിടെ വെച്ചിട്ടൊന്ന് വിട്ടാൽ മതി കേട്ടോ, കറക്റ്റായിട്ട് ഹൈയിലും ലോയിൽ തന്നെ ഇരിക്കും. ബട്ട് ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രം, ഗ്യാൻ ബോക്സിനെ നിങ്ങൾ മാഗ്നറ്റ് നിങ്ങൾ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രം കറക്റ്റായിട്ട് അവിടെ വന്നിട്ട് മാർക്കറ്റ് ഇരിക്കും എന്നുള്ളതാണ്. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഫെബ്രുവരി 1 എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റേഞ്ച് അല്ലേ. സോ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് എവിടെയാണ്, ഇൻ ബിറ്റ്വീനിൽ ആണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഇതിന്റെ ഇൻ ബിറ്റ്വീനിൽ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് റിവേഴ്സൽ ക്യാൻഡിൽ കാണിച്ചാൽ നമുക്ക് ഈ ഒരു ടാർഗറ്റിന് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. റൂളൊക്കെ എഗെയിൻ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞു പോവുകയാണ്. സോ എഗെയിൻ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല, ഫസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ കണ്ടു. സോ എഗെയിൻ നേരത്തെ പറയാത്ത റൂൾ ഞാൻ പറയണേ, ഫസ്റ്റ് 5 minute ക്യാൻഡിൽ നിർബന്ധമായിട്ടും അവോയ്ഡ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് 5 minute ക്യാൻഡിൽ നിർബന്ധമായിട്ടും അവോയ്ഡ് ചെയ്യുക. ഫസ്റ്റ് 5 minute ക്യാൻഡിൽ ഇവിടെ വെച്ചിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. ഫസ്റ്റ് 5 minute ക്യാൻഡിൽ ഇവിടെ ബുള്ളിഷ് ആയി എന്നുള്ള കാരണം കൊണ്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. ഫസ്റ്റ് 5 minute ക്യാൻഡിൽ സ്കിപ്പ് ചെയ്തിട്ട് മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക. വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നേരത്തെ ഞാൻ റൂൾ പറയാൻ വിട്ടതാണ്. ആൻഡ് അതിന്റെ കൂട്ടത്തിൽ ഒരു റൂളും കൂടി, ഞാൻ അതൊക്കെ ഇവിടെ എഴുതി വെക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളിനോട് ചോദിക്കുകയും ചെയ്യും, എന്തിനാ ഈ എഴുതി വെക്കണം, വീഡിയോ ചെയ്യുമ്പോൾ അതൊന്നും എടുക്കാറില്ലല്ലോ. സോ ഇത് ഒന്ന് നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്ലോയിൽ അത് വരില്ല. സോ ഞാൻ അതങ്ങനെ ബാക്ക്ട്രസ് ചെയ്തപ്പോൾ ഞാൻ എന്തൊക്കെയാണോ റൂൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് അത് വെച്ചിട്ട് ഇങ്ങനെ പറയണേ. സോ അതുകൊണ്ടാണ് ചില പോയിന്റ്സ് അടക്കം മിസ്സായിട്ട് പിന്നെ അഗെയിൻ ഇതിനകത്ത് കുത്തിക്കയറ്റേണ്ടി വരുന്നത്. സോ സെക്കൻഡ് റൂൾ എന്താണ്, ഫസ്റ്റ് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എന്താണോ, സെക്കൻഡ് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എന്താണോ, അതിന് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. ഇൻ ദ സെൻസ് ഫസ്റ്റ് എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് റിവേഴ്സൽ ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രേഡ്. ആൻഡ് സ്റ്റോപ്പ് ലോസ് കിട്ടിക്കഴിഞ്ഞാൽ കൊടുത്തിട്ട് മാറുക, വളരെ ചെറിയ സ്റ്റോപ്പ് ലോസേ വരുള്ളൂ. സോ മാർക്കറ്റിനോട് ബലം പിടിക്കാണ്ടിരിക്കുക, സ്റ്റോപ്പ് ലോസ് കൊടുക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, മിണ്ടാണ്ടിരിക്കുക. അടുത്ത ട്രേഡിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ട്രേഡ് എന്താ സംഭവിച്ചിട്ടുള്ളത്, ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ശകലം ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു അല്ലേ. തലേ ദിവസം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. സോ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയിട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു അവോയ്ഡ് ചെയ്യേണ്ട ക്യാൻഡിൽ ഉണ്ടായി. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള ക്യാൻഡിൽ എന്താ സംഭവിച്ചത്, 0.25 എന്നുള്ള നമ്മളുടെ ഈ ഒരു ലെവലിന്റെ മുകളിൽ പ്രോപ്പർ ആയിട്ടൊരു ഹാമർ ക്യാൻഡിൽ ഉണ്ടാക്കി. ക്യാൻഡിൽ സ്റ്റിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയില്ലേ, ഇങ്ങനെ വരുന്ന ക്യാൻഡിലാണ് ഹാമർ ക്യാൻഡിൽ. ചെറിയ വിക്കേ കാണാൻ പാടുള്ളൂ, വലിയ വിക്ക് ഉണ്ടാവാൻ പാടില്ല. വലിയ വിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഡോജി ക്യാൻഡിലായിട്ട് മാറും, ന്യൂട്രൽ ക്യാൻഡിലായിട്ട് മാറും. ആൻഡ് അതുപോലെ തന്നെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയുള്ള ക്യാൻഡിൽ, ഇത് ഗ്രീൻ കളർ ആണെന്നുണ്ടെങ്കിലും എന്താണ്, അതൊരു അവോയ്ഡ് ചെയ്യേണ്ട ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിൽ അല്ലേ, അവോയ്ഡ് ചെയ്യേണ്ട ക്യാൻഡിലാണ്. സോ ക്യാൻഡിൽ സ്റ്റിക്ക് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയുന്ന ഞാൻ വിശ്വസിക്കുകയാണ്. അത് അങ്ങോട്ടേക്ക് അഗെയിൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം നമ്മൾ എടുക്കുമെന്നുള്ളതാണ്. സോ ഇവിടെ പ്രോപ്പറായിട്ട് ഒരു ഹാമർ ക്യാൻഡിൽ കിട്ടി. ഈ ഹാമർ ക്യാൻഡിലെ മുകളിലാണ് എന്ത് വരേണ്ടത്, എൻ്റെ CE ബൈ വരേണ്ടത്. ഇതിന്റെ താഴെയാണ് എൻ്റെ SL വരേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന്റെ താഴെയായിട്ടോ നിങ്ങൾക്ക് SL പ്ലേസ് ചെയ്യാൻ പറ്റും. സോ വൺസ് മാർക്കറ്റ് ഇവിടുന്ന് മൂവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നേരെ തൊട്ട് താഴെയായിട്ട് SL കൊടുക്കാൻ പറ്റും. സോ വാട്ട് ഇഫ് ഇനി ക്യാൻഡിൽ വലുതാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് മറ്റേ പയ്യൻ പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി, ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല, എൻ്റെത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ മതി. കാരണം SL പ്രോപ്പർ അല്ലാണ്ട് നമുക്ക് ട്രേഡ് വരുന്നേ ഇല്ല. സോ ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. സോ അവിടെയാണ് എൻ്റെ ട്രേഡ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് ക്യാൻഡിൽ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് എൻ്റെ ട്രേഡ് വരുന്നത്. ക്ലിയർ ആണോ? ഇവിടുന്ന് റിജക്ഷൻ ക്യാൻഡിൽ ഇങ്ങനെ ഒരു ഹാമർ ക്യാൻഡിൽ വന്നു എന്ന് വെക്കുക, ഇങ്ങനെ ഒരു ഹാമർ ക്യാൻഡിൽ വന്നു എന്ന് വെക്കുക. ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും എന്നെ എനിക്ക് ട്രേഡ് ഇല്ല. പിന്നെ എൻ്റെ ട്രേഡ് വരാന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ പോകണം. മേ ബി മാർക്കറ്റ് എഗെയിൻ ഈ ഒരു ലെവലിൽ വന്നിട്ട് ഇവിടെ ഒരു ഹാമർ ക്യാൻഡിൽ വന്നേക്കാം. നമുക്ക് ചിലപ്പോൾ തോന്നും ഓക്കെ ഇതിന്റെ മുകളിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മറ്റേത് ഇവിടെയാണ്, എനിക്ക് SL ചെറുതാവുമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അതിവളവന്മാരൊക്കെ ആവും. അതിനൊന്നും നിൽക്കണ്ട, എനിക്ക് ട്രേഡ് വരണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് മാർക്കറ്റ് വരേണ്ടതുണ്ട്. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. സോ ഈ ഒരു ക്യാൻഡിലിന്റെ മുകളിലായിരുന്നു എൻ്റെ ട്രേഡ് വരേണ്ടിയിരുന്നത്. ആൻഡ് എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ലെവലാണ് അല്ലേ. മാർക്കറ്റ് മേ ബി ഇവിടം വരെ പോയേക്കാം, മേ ബി ബിയോണ്ട് ദിസ് ലെവലും പോയേക്കാം.
ബട്ട് എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. അതുവരെ ഷാർപ്പായിട്ടുള്ള വിത്തിൻ 2 ക്യാൻഡിൽ കൊണ്ട് നമുക്ക് എന്തായിട്ടുണ്ട് മൊമെന്റം ഉണ്ടായിട്ടുണ്ട്. ഫർദർ അപ്പിലേക്കും മാർക്കറ്റ് പോയിട്ടുണ്ട്. സോ ഓവർ എക്സൈറ്റഡ് ആവാൻ നിൽക്കണ്ട, പിന്നെ തുള്ളാൻ നിൽക്കണ്ട. ഒരു പ്രോപ്പർ ഒരു ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പരിപാടി വൈൻഡ് അപ്പ് ചെയ്തോളാം. നിങ്ങൾ ഇതിന്റെ ആക്യുറസി എത്ര ഉണ്ട് നോക്കുക, അത്ര മാത്രമേ ഉള്ളൂ. സോ എഗെയിൻ മാർക്കറ്റിൽ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, മാർക്കറ്റ് ഇവിടുന്ന് പോയിട്ട് തിരിച്ച് ഈ ഒരു ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, റൂള് പറഞ്ഞപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ, ഇതിന്റെ ഉള്ളിൽ ഇവിടുന്ന് നമുക്ക് ഷോർട്ട് ട്രേഡ് ഇല്ല. ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് കയറി ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ട്രേഡ് ഉണ്ട്. ബട്ട് ഇവിടുന്ന് കറങ്ങി തിരിഞ്ഞു വന്നിട്ട് ഇതിന്റെ താഴത്തേക്ക് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഒരു നെഗറ്റീവ് ക്യാൻഡിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ മുകളിൽ SL ഇട്ടിട്ട് അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള സിംഗിൾ SL വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, താഴത്തേക്ക് ഈ ഒരു ലെവലിനെ ടാർഗറ്റ് ചെയ്തിട്ട് നമുക്കൊരു ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ നമ്മൾ പറഞ്ഞു അല്ലേ. സോ ഫസ്റ്റ് ട്രേഡ് എന്തായി, നമുക്കിവിടെ ഷാർപ്പായിട്ട് പ്രോഫിറ്റ് കാണിച്ചു. ആൻഡ് സെക്കൻഡ് ട്രേഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്താ സംഭവിച്ചിട്ടുള്ളത്, ഞാൻ ഈ ചാർട്ടിനെ ചെറുതായിട്ടൊന്ന് കൂടി പിന്നെ വലുതാക്കി വെക്കാം, ചെറുതായിട്ട് വലുതാക്കാം അല്ലെ. സോ ഇവിടെ എന്തായിരുന്നു എന്റെ ലെവൽ വരേണ്ടിയിരുന്നത്, സോ എന്റെ ലെവൽ വരേണ്ടിയിരുന്നത് ഇതായിരുന്നു എന്റെ ലെവൽ. ഇതിന്റെ ഞാൻ എന്ത് ചെയ്തു, നേരെ ഞാൻ ഇവിടുന്ന് ഒരു ലെവലിനെ ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്തു. ഓക്കെ ആണോ. സോ എവിടെയാണ് ക്യാൻഡിൽ ഇതിന്റെ താഴെയായിട്ട് ക്ലോസ് ചെയ്തത്, ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതിന്റെ താഴത്തേക്ക് പ്രൈസ് വന്നിട്ടുണ്ടോ, വന്നിട്ടില്ല അല്ലെ. എഗെയിൻ പ്രൈസ് വരുന്നത് എപ്പോഴാ, ഇവിടെയാണ്. സോ അന്നത്തെ ദിവസം എനിക്ക് ഒരൊറ്റ ട്രേഡേ വന്നിട്ടുള്ളൂ, അതൊരു ബ്ലാസ്റ്റിംഗ് ട്രേഡ് ആയിരുന്നു. ഇവിടുന്ന് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്താവണം, ഇതിന്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകേണ്ടതുണ്ട്. ഇതിന്റെ ഇൻ ബിറ്റ്വീനിൽ എന്താണ് ഞാൻ പറഞ്ഞത്, നോ ട്രേഡ് സോൺ ആണ്. സോ നിങ്ങൾ ഒരു ഓപ്ഷൻ ബയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവോ, ഉണ്ടാവൂല അല്ലെ. ഇതിനകത്ത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു മാർക്കറ്റാണ്. അത് മാത്രമല്ല വിക്കുകൾ വന്നിട്ട് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, പണിയും തന്നിട്ടുണ്ട് നമുക്ക് അല്ലെ. സോ ഫസ്റ്റ് ഡേ എന്തായാലും അൽഹംദുലില്ലാഹ് ഉഷാറായിട്ട് കഴിഞ്ഞു പോയി. ഇനി അടുത്ത ദിവസത്തേക്ക് ഞാൻ എന്താ ചെയ്യുന്നത്, ഈ ഒരു ലോയിനെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, മാഗ്നറ്റ് ഓൺ ആക്കിയോണ്ട് കറക്റ്റ് എന്തായിട്ടുണ്ട്, ലോയിൽ വന്ന് നിന്നിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ എന്താ, ഈ ലോയിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പം ഹൈ ഇരിക്കുന്നത് മുകളിലാണ്, ഹൈൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയപ്പം ഹൈയിലേക്കും കറക്റ്റ് മാച്ച് ആയിട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട്. സോ ഞാൻ നോക്കുന്നത് ഏപ്രിൽ 3-ാം തീയതി ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ നോക്കുന്നത് ഏപ്രിൽ 2-ാം തീയതിയിലെ ഡെയിലി ക്യാൻഡിലാണ്. സോ ഞാൻ ഏപ്രിൽ 3-ാം തീയതിയിലെ ക്യാൻഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സോ എന്താണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി താഴത്തേക്ക് പോകാനായിട്ട് ശ്രമിച്ചു മാർക്കറ്റ് അല്ലെ. സോ ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഗ്യാപ് ഡൗൺ മാർക്കറ്റ് ഓപ്പൺ ആക്കിയിട്ട് താഴത്തേക്ക് പോകാനായിട്ട് മാർക്കറ്റ് ശ്രമിക്കുകയാണ്. സോ അവിടെ നമ്മൾ എന്താ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, ഇവിടെ നമുക്ക് താഴത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞു അല്ലെ. സോ ഈ ഒരു ക്യാൻഡിലും വന്നിട്ടുള്ള എന്താണ്, ഇത് ഒരു എക്സ്ട്രാ ബോണസ് ടിപ്പാണ്. SL കിട്ടിയോണ്ട് എടുത്ത് വെച്ചിട്ട് പറയണതല്ല, SL ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കഥ പറയണതല്ല. ഇത് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ സ്റ്റോക്കിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിനെ കാണിച്ചു തരാം. സോ ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ ഇതാണ്, ഈ ക്യാൻഡിലെ താഴത്തേക്ക് ക്ലോസ് ചെയ്തേക്കുന്ന ക്യാൻഡിൽ ഏതാണ്, ഇതാണ് അല്ലേ. കാരണം മറ്റേ ക്യാൻഡിൽ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ തന്നെയാണുള്ളത്, ഇൻസൈഡ് ബാർ ആണ്. ബട്ട് ഇതാണ് ഇതിന്റെ റേഞ്ചിന്റെ താഴെ ക്ലോസ് ചെയ്തേക്കുന്ന ക്യാൻഡിൽ. ഇതിന്റെ താഴെ മാത്രമേ എനിക്ക് എന്ത് വരുന്നുള്ളൂ, സെൽ ട്രേഡ് വരുന്നുള്ളൂ. ഞാൻ നേരത്തെ ക്യാൻഡിൽ വരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നിട്ട് ഇതിന്റെ ഹൈന്റെ മുകളിലാണ് ട്രേഡ് എങ്കിൽ ഇതിന്റെ ഉള്ളിലൊന്നും വേറൊരു പരിപാടി ഇല്ല. മാർക്കറ്റ് ഇവിടെ ഹാമർ ക്യാൻഡിൽ ഉണ്ടായാലും SL ചെറുതാവാൻ വേണ്ടിയിട്ട് വളവന്മാരാവേണ്ട, ഇതിന്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. സെയിം റൂൾ തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. സോ എഗെയിൻ മാർക്കറ്റ് ഇവിടുന്ന് എന്ത് ചെയ്തു, ഇവിടുന്ന് മാർക്കറ്റ് എഗെയിൻ മുകളിലേക്ക് പോയിട്ട് ഇതിന്റെ മുകളിലായിട്ട് ക്ലോസ് ചെയ്തു. ഓക്കെ അല്ലേ, ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ട് ക്ലോസ് ചെയ്തു. സോ ഇനി പറയുമ്പോൾ വേറൊരു കാര്യം കൂടി, ഒരു റൂൾ കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുതി വെക്കാണ്ട് പറയുന്ന ആയതുകൊണ്ട് ഇൻ ബിറ്റ്വീനിൽ ചിലപ്പോൾ റൂളുകൾ വന്നേക്കാം. സോ റൂളിന്റെ പിന്നെ പേജിൽ റൂൾ എഴുതി വെച്ചിട്ടുള്ള പേജിൽ പറഞ്ഞാൽ മതി ആശാന കിളി പോയപ്പം 2-ാമത് പറഞ്ഞ റൂള്, ആശാന കിളി പോയപ്പം 3-ാമത് പറഞ്ഞ റൂൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതി വെച്ചോ നിങ്ങൾ, കുഴപ്പമൊന്നുമില്ല. സോ ഇവിടെ വന്നിട്ട് എന്തായി, ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ഒരു എഗെയിൻ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. സോ ക്ലിയർ ആയിട്ട് ഞാൻ ഇതിനൊന്ന് മാർക്ക് ചെയ്യാം, ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തു അല്ലേ. സോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ ഒരു ക്യാൻഡിൽ ഒരു സൂപ്പർ ബുള്ളിഷ് ക്യാൻഡിലാണോ, ഓഫ്കോഴ്സ് ചില ആൾക്കാർ പറയും സൂപ്പർ ബുള്ളിഷ് ക്യാൻഡിലാണ്, ബോഡിയാണ് കൂടുതൽ, ചെറുതായിട്ടുള്ള വിക്കേ വന്നിട്ടുള്ളൂ എന്ന് പറയും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് സൂപ്പർ ബുള്ളിഷ് ക്യാൻഡിലാണ്. ബട്ട് ഏറ്റവും മിനിമം SL നിങ്ങൾ എവിടെ വെക്കേണ്ടത്, ഇവിടെയാണ് വെക്കേണ്ടത് അല്ലേ. സോ SL സ്യൂട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് റീടെസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. സോ റീടെസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ എൻ്റെ ട്രേഡ് വരേണ്ടത് എവിടെയാണ്, ഇവിടെയാണ് എൻ്റെ ലെവൽ കിടക്കുന്നത് അല്ലേ. ഇതല്ലേ എൻ്റെ 0.25 എന്ന് പറഞ്ഞ ലെവൽ ഇരിക്കണേ. സോ ഇതാണ് എൻ്റെ 0.25 എന്ന് പറഞ്ഞ ലെവൽ. സോ ഇവിടെയാണ് എന്ത് വരാൻ പോകുന്നത്, എൻ്റെ അടുത്ത ക്യാൻഡിൽ ക്ലോസ് വരാൻ പോകുന്നത് എനിക്ക് ഇവിടെയാണ് അല്ലേ, ഇവിടെയാണ് എൻ്റെ ക്യാൻഡിൽ ക്ലോസ് വരാൻ പോണേ. സോ അങ്ങനെ എൻ്റെ ക്യാൻഡിൽ ക്ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് ഇതാണ് എൻ്റെ SL. നേരത്തെ കേസിൽ നിങ്ങൾ ഇവിടെയാണ് ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുള്ളതെങ്കിലും ഇവിടെയാണ് SL. ബട്ട് റീടെസ്റ്റിന് വെയിറ്റ് ചെയ്തപ്പോൾ എന്തായി, എനിക്ക് എൻ്റെ
SL ചെറുതായി കിട്ടി. സോ റൂൾ നമ്പർ 3 എന്താണ്? വലിയ ക്യാൻഡിൽസ് ആണ് പോകുന്നതെങ്കിൽ, ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഹെവി ആയിട്ട് മുകളിലായിട്ടാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ വെയിറ്റ് ഫോർ എ റീടെസ്റ്റ് നമുക്ക് എന്തായാലും കിട്ടും. സോ അവിടെ ഞാൻ എൻ്റെ റീടെസ്റ്റിൽ എൻ്റെ ട്രേഡിനെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ടാർഗറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന പോയിന്റ് ഏതാണ്? ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ് അല്ലേ? ഇത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയേക്കാം, താഴത്തേക്ക് വന്നേക്കാം, വി ഡോണ്ട് നോ. സോ ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ്. ഇനി ഈ ഒരു ടാർഗറ്റിൽ വന്നതിന് ശേഷം മാർക്കറ്റ് എന്താണ് അപ്രോച്ച് ചെയ്യുന്നത്? ഇവിടെ ഒരു നെഗറ്റീവ് ക്യാൻഡിൽ കാണിച്ചു. എഗെയിൻ ഇവിടെയായിട്ട് ഇതിന്റെ മുകളിലായിട്ട് SL വെക്കുകയാണെന്ന് SL കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് എനിക്ക് SL തന്നു. സോ ഇവിടുന്ന് തന്നതിൽ നിന്ന് കുറച്ച് മാത്രമേ മാർക്കറ്റ് കൊണ്ടുപോകുന്നുള്ളൂ അല്ലേ? ചെറിയൊരു SL മാത്രമേ ഇവിടുന്ന് പോയിട്ടുള്ളൂ. എഗെയിൻ എൻ്റെ ലെവൽ എവിടെയുള്ളത്? ഈ ഒരു ലെവലിന്റെ താഴെ മാത്രമേ ഞാൻ ട്രേഡിനെ കുറിച്ച് ഇനിയും പ്ലാൻ ചെയ്യൂ കേട്ടോ. ട്രേഡ് എനിക്ക് വരാന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന്റെ താഴെ വരണം. ഫസ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് ഏതായിരുന്നു? ഇതായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്തത് അല്ലേ? ഫസ്റ്റ് ക്യാൻഡിൽ ഇതായിരുന്നു ക്ലോസ് ചെയ്തത്, ഈ റെഡ് ക്യാൻഡിൽ. മനസ്സിലാവുന്നില്ലേ? ഞാൻ ഇതൊന്നും മര്യാദയ്ക്ക് നിൽക്കുന്നില്ലല്ലോ. ഓക്കെ, ഫസ്റ്റ് ക്യാൻഡിൽ ഇതാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അല്ലേ? സോ ഇതിന്റെ മുകളിലാണ് ഞാൻ SL വെക്കുന്നതെങ്കിൽ ഇവിടെ വെച്ചിട്ട് എനിക്ക് SL കിട്ടുകയാണ്. ബട്ട് എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെ വന്നിട്ട് ക്ലോസ് ചെയ്തു. ബട്ട് ആ ഒരു ട്രേഡിലും എനിക്ക് എന്താവുന്നുണ്ട്? ഞാൻ സേഫ് ആവുന്ന രീതിയിലാവുന്നുണ്ട്. സോ എപ്പോഴും ഞാൻ പറയുന്ന പോലെ 1:1 1:1.5 ഒക്കെ കിട്ടിയതിനു ശേഷം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസാണ് നിങ്ങൾ കൊടുക്കാണ്ടിരിക്കുക. നമ്മളുടെ ചില ആളുകൾ പറയുന്നിട്ടില്ലേ, മഹാലക്ഷ്മി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു വിടരുതെന്ന് പറയുന്നിട്ടില്ലേ? സിമ്പിളായിട്ട് അത്ര മാത്രമേ ഉള്ളൂ. വൺസ് പ്രോഫിറ്റ് നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ മെനക്കെടുന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ്. വൺസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനെ തിരിച്ചു കൊടുക്കാണ്ടിരിക്കുക. സോ എഗെയിൻ രണ്ടാമത്തെ ദിവസം നമുക്ക് എന്തായി? ഇവിടുന്ന് ബ്ലാസ്റ്റിംഗ് ആയിട്ട് അപ്പോ സൈഡിലേക്ക് ഒരു ട്രേഡ് കിട്ടി, താഴത്തേക്ക് ചെറിയൊരു SL കിട്ടി. രണ്ടാമത്തെ ട്രേഡ് ബ്ലാസ്റ്റിംഗ് ആയിട്ട് നമുക്കൊരു മോശമില്ലാത്ത ട്രേഡ് കിട്ടി എന്ന് പറയാം അല്ലേ? നമുക്ക് ലോസ് വന്നിട്ടില്ല, വരാത്തൊരു ട്രേഡ് കിട്ടി എന്ന് പറയാം. എഗെയിൻ അടുത്ത ദിവസത്തേക്ക് ഞാൻ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത്? ഹൈ എടുത്തു, ലോയിലേക്ക് മാർക്ക് ചെയ്തു. ഹൈയിലേക്കും ലോയിലേക്കും ഞാൻ ഇതിനെ മാർക്ക് ചെയ്തു. സോ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. മാർക്കറ്റ് എന്താ ചെയ്തത്? മാർക്കറ്റ് ഇപ്രാവശ്യം ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തു അല്ലേ? സോ ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് റൂൾ എന്താണ്? എഗെയിൻ ഞാൻ റൂളിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്താൽ മാർക്കറ്റ് ഹാസ് ടു കം അറ്റ് ദിസ് ലെവൽ. ഇവിടെ വന്നിട്ട് റിവേഴ്സൽ ക്യാൻഡിൽ കാണിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ഇതിനെ പ്ലാൻ ചെയ്യുള്ളൂ, ബൈയിങ് ട്രേഡിനെ പ്ലാൻ ചെയ്യുള്ളൂ അല്ലേ? സോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിച്ചത്? ഇവിടെയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് ടച്ച് ചെയ്തിട്ട് ഒരു ബുളിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്യാൻഡിലാണ് അല്ലേ? ഈ ഒരു ക്യാൻഡിലാണ് ബുള്ളിഷ് ക്യാൻഡിലായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ എങ്ങനെ മാത്രമേ മാർക്കറ്റ് എടുക്കുന്നുള്ളൂ, ലൈക്ക് നമ്മുടെ ആ ഒരു ലെവലിനെ എങ്ങനെ മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാൻ ഇതിനൊരു SL ആയിട്ട് തന്നെ കൗണ്ട് ചെയ്യണം കേട്ടോ. ഞാൻ എൻട്രി എടുത്തു, ലൈക്ക് ഞാൻ ഇതിനൊരു എൻട്രി ആയിട്ട് കണക്കൂട്ടുന്നു, ഇതിനൊരു SL ആയിട്ട് തന്നെയാണ് കൗണ്ട് ചെയ്യണേ. ഞാൻ അതിനകത്തൊരു ഇതൊന്നും ചെയ്യുന്നില്ല. ബട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറയാണ്. ഇവിടെ ഒരു വിക്ക് മാത്രമേ പെനിട്രേറ്റ് ചെയ്തിട്ടുള്ളൂ. ആരെങ്കിലും ഷാർപ്പായിട്ട് ഒരു SL ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇതൊരു SL ആയിട്ട് തന്നെയാണ് ഞാൻ അതിനെ കൗണ്ട് ചെയ്യണേ. ഇതിന്റെ താഴത്തേക്ക് താഴെയാണ് SL വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതൊരു SL മാത്രമായിട്ടാണ് ഞാൻ അതിനെ കൗണ്ട് ചെയ്യുന്നത്. ബട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു ലെവലിന്റെ താഴെയായിട്ടൊരു ബെസ്റ്റ് SL നമുക്ക് മിക്കവാറും കേസുകളിൽ കിട്ടുന്നുണ്ട് അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് SL അല്ല അല്ലെ? ഇനി ഞാൻ ഇതിനെ SL ആയിട്ട് തന്നെ കൗണ്ട് ചെയ്തു. ആൻഡ് അടുത്ത ട്രേഡ് എനിക്ക് വരാൻ പോകുന്നത് എവിടെയാണ്? അടുത്ത ട്രേഡ് എനിക്ക് വരാൻ പോകുന്നത് താഴത്തേക്കുള്ള ട്രേഡ് വരണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴത്തേക്ക് വരണം. ബട്ട് എൻ്റെ ട്രേഡ് അടുത്തത് വരാൻ പോകുന്നത് ഇതിന്റെ മുകളിലാണ്. കാരണം ഇതായിരുന്നു ഇവിടെ വന്നിട്ടുള്ള അടുത്ത ബുള്ളിഷ് ക്യാൻഡിൽ. ഈ ഒരു SLന് ശേഷം വന്ന ബുള്ളിഷ് ക്യാൻഡിൽ ഇതായിരുന്നു. സോ അവിടെയായിരുന്നു എൻ്റെ ട്രേഡ് വരേണ്ടിരുന്നത്. ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ള ലോ ഇതാണ്. ഇതിന്റെ മുകളിലേക്ക് എനിക്ക് പ്രോഫിറ്റ് ഉണ്ട്. 1:4 മുകളിലുള്ള ഒരു പ്രോഫിറ്റ് എനിക്കുണ്ട്. സെറ്റ് അല്ലേ? ഒരു SL ടു അഗ്രസീവ് അല്ലെങ്കിൽ ടു അഗ്രസീവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു SL ഉണ്ട്. രണ്ടാമത്തെ ട്രേഡിൽ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾ 3 ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് എന്നാലും ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്നില്ല. മാർക്കറ്റിന്റെ ഓവറോൾ ട്രെൻഡ് എന്താണോ ട്രെൻഡിന്റെ കൂടെയാണ് പോകുന്നത്. സോ ഓൾവേസ് യു ഹാവ് എ ഗ്രേറ്റ് ചാൻസ് ടു വിൻ ബ്ലാസ്റ്റിംഗ് പ്രോഫിറ്റ്സ്. ക്ലിയർ ആയില്ലേ? ഞാൻ ഇംഗ്ലീഷൊക്കെ സൂപ്പറായിട്ട് പറയും. ആൻഡ് എഗെയിൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അടുത്ത ദിവസത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു ലെവലിനെ ഇതിന്റെ മുകളിലേക്ക് സെറ്റ് ചെയ്തു. ആൻഡ് സീറോനെ ഞാൻ എന്ത് ചെയ്തു? സീറോനെ ഞാൻ ഇവിടെയായിട്ട് സെറ്റ് ചെയ്തു. സോ അടുത്ത ദിവസത്തേക്ക് ഇതാണ് എൻ്റെ കയ്യിലുള്ള ലെവല്. ഇതിന്റെ മുകളിലേക്കും താഴേക്കുമാണ് എൻ്റെ ട്രേഡ് വരേണ്ട ലെവല്. ഓക്കെ അല്ലേ? ഫൈൻ അല്ലേ? സോ അടുത്ത ദിവസത്തേക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് ക്യാൻഡിൽ ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. ഫസ്റ്റ് ക്യാൻഡിൽ സ്കിപ്പ് ചെയ്യുമ്പോൾ എനിക്ക് എന്തൊക്കെ ക്യാൻഡിൽ വരും? ഇത്രയും പോയിന്റ്സ് വരും. കാരണം എന്താണ്? ഇതെല്ലാം ഇൻസൈഡ് ബാർസ് ആണ് അല്ലേ? ബട്ട് എഗെയിൻ ഇവിടെ വന്നിട്ട് മാർക്കറ്റിന് ഒരു നെഗറ്റീവ് ക്യാൻഡിൽ ഉണ്ടാക്കി. എനിക്ക് ഷോർട്ടിലേക്ക് ട്രേഡ് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് കാണിച്ചു തന്നോ? ഇല്ല. എന്തുകൊണ്ടില്ല? ഈ ഒരു നെഗറ്റീവ് ക്യാൻഡിൽ താഴത്തേക്ക് പ്രൈസ് വന്നിട്ടില്ല അല്ലേ?
ബട്ട് എഗെയിൻ മാർക്കറ്റ് ഇവിടുന്ന് എന്താ ചെയ്തത്? എഗെയിൻ മാർക്കറ്റ് ഇവിടുന്ന് പയ്യെ പോയിട്ട് ഇവിടെ വെച്ചിട്ടാണ് ഹൈനെ ബ്രേക്ക് ചെയ്യുന്നത് അല്ലേ? സോ ഇതെനിക്ക് എന്താണ്? ഇതെനിക്കൊരു നോ ട്രേഡ് സോൺ ആണ് അല്ലേ? റൂൾ ഈസ് റൂൾ. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇവിടെ മുതൽ ഇത്രയും വലിയൊരു പോയിന്റ് ഇല്ലേ, ഇത്രയും വലിയ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ മൂവ് ചെയ്തിട്ടും അത്രയും വലിയ പോയിന്റുകൾ ഉണ്ടാക്കിയിട്ടും നിങ്ങൾ എത്ര പോയിന്റ് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്? പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും ഇവിടുന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വിട്ടാൽ പോരായിരുന്നോ, ഭയങ്കര വലിയൊരു പോയിന്റ് ഇല്ല എന്നുള്ളത്. ഇത്രയൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടും നിങ്ങൾ എത്ര പോയിന്റ് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്? സോ അച്ചടക്കമുള്ളവനാവുക. ഡിസിപ്ലിൻ ആണ് കീ എന്ന് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സ്റ്റുഡൻസ് ഒക്കെ എല്ലാവരും പറഞ്ഞു ഡിസിപ്ലിൻ പഠിക്കാൻ പറ്റി. എന്താണ് മാർക്കറ്റിൽ ഡിസിപ്ലിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് പഠിക്കാൻ പറ്റി എന്നുള്ളതാണ്. സോ ഡിസിപ്ലിൻഡ് ആവുക എന്നുള്ളത് മാത്രമാണ്. സോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എവിടെയായിരുന്നു എൻ്റെ ട്രേഡ് വരേണ്ടിയിരുന്നത്? ഇവിടെ ആയിട്ടായിരുന്നു എൻ്റെ ട്രേഡ് വരേണ്ടിരുന്നത്. ഏതൊരു പോയിന്റിൽ? ഇതിന്റെ മുകളിലൊക്കെ ആയിട്ടാണ് എൻ്റെ ട്രേഡ് വരേണ്ടിരുന്നത്. അതായത് 3:15 ട്രേഡ് എടുക്കാനായിട്ട് എനിക്ക് എന്തെങ്കിലും ഇതുണ്ടോ? ഒന്നുമില്ല അല്ലേ? ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും ട്രേഡ് വന്നിട്ടുണ്ടാവും. സോ എഗെയിൻ ഈ ഒരു ദിവസം എനിക്ക് ട്രേഡ് വന്നിട്ടില്ല. എഗെയിൻ വെരി നെക്സ്റ്റ് ഡേയിലേക്ക് ഞാൻ നോക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ എനിക്ക് എന്താ കാണാൻ വരുന്നത്? ഇവിടെ ഞാൻ ലോയിനെയും ഹൈനെയും മാർക്ക് ചെയ്ത് വരച്ചു. ഇവിടെ ഞാൻ ലോയിനെയും ഹൈനെയും മാർക്ക് ചെയ്ത് വെച്ചിട്ട് എനിക്ക് എന്താ കാണാൻ പറ്റിയത്? മാർക്കറ്റ് അന്നത്തെ ദിവസം എന്തായിരുന്നു അന്നത്തെ ദിവസം? മാർക്കറ്റ് ഏകദേശം ഇവിടെ മുതൽ ഇവിടം വരെ കളിച്ച 327 പോയിന്റിനുള്ളിൽ മാത്രം കളിച്ചൊരു മാർക്കറ്റായിരുന്നു. അതിനിടയിൽ ഈ സൈസ് ഒരു വിക്കും വന്നിട്ടുണ്ട്. വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടാവോ? ഉണ്ടാവില്ല അല്ലേ? സോ ആസ് പെർ സ്ട്രാറ്റജി ട്രേഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാണ്ടിരിക്കുക. കാരണം അതിന്റെ മുമ്പത്തെ ദിവസങ്ങളിൽ 500-600 ഒക്കെ പോയിന്റ് നമുക്ക് സ്ട്രാറ്റജി വൈസ് കാണിക്കുന്നില്ലേ? സോ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ട്രേഡ് ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെയുള്ള ദിവസങ്ങളിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുക. സോ ഐ എം ഗോയിങ് ടു വെരി നെക്സ്റ്റ് ഡേ. സോ നമ്മൾ ഇനി ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ദിവസമാണ് അല്ലേ? സോ ഞാൻ ഇതിൻ്റെ 0ലേക്ക് ഇതിൻ്റെ ക്യാൻഡിലിനെ ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് എൻ്റെ ട്രേഡ് വരേണ്ടത് എവിടെയാണ്? മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ വന്നിട്ട് റിവേഴ്സൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ട്രേഡ് വരും. ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു? താഴത്തേക്ക് വന്നു. ഇനി മാർക്കറ്റ് ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യണം എനിക്ക് ട്രേഡ് വരണമെങ്കിൽ. മാർക്കറ്റ് എന്ത് ചെയ്തു? ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്തു. ഇവിടുന്ന് ഷാർപ്പായിട്ടുള്ളൊരു മൊമെന്റം കാണിച്ചു അല്ലേ? ഇവിടുന്ന് ട്രേഡിനെ എടുക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ താഴെയായിട്ട് എസ് എൽ വെക്കാൻ പറ്റും. ഇതാണ് എന്റെ ലെവല്. അതിന്റെ താഴെയായിട്ട് എനിക്ക് എസ് എൽ വെക്കാൻ പറ്റും. ഓറൽസ് ഇവിടെ സ്വിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വിംഗിന്റെ താഴെയായിട്ട് എസ് എൽ വെക്കാൻ പറ്റും. സോ ഇവിടുന്ന് ഒരു 1:3 പ്രോഫിറ്റ് എനിക്ക് കാണിച്ചിട്ടുണ്ട് അല്ലേ? ലാവിഷായിട്ടുള്ള ഒരു പ്രോഫിറ്റ് എനിക്ക് മാർക്കറ്റ് കാണിച്ചിട്ടുണ്ട്. ആൻഡ് അഗെയിൻ അടുത്ത ട്രേഡ് വരണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്താ വേണ്ടതുണ്ട്? ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് വരേണ്ടതുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു എസ് എൽ അതിനെയും എടുത്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു എസ് എൽ ഇവിടെ വന്നിട്ടുണ്ട്. ഫൈൻ, ഓഫ് കോഴ്സ് താങ്ക്ഫുൾ ആണ്. കാരണം എന്താണ്? ഇത്രയും ദിവസം നോക്കിയിട്ട് എനിക്ക് ആകെ 2-3 അല്ലെങ്കിൽ 2.5 എസ് എൽ മാത്രമേ വന്നിട്ടുള്ളൂ അല്ലെ? ആൻഡ് അഗെയിൻ ഇനി ഞാൻ അടുത്ത ദിവസത്തേക്ക് ഈ ഒരു ലെവലിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസത്തേക്ക് ഞാൻ ഈ ഒരു ലെവലിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇൻ ബിറ്റ്വീൻ ഓപ്പൺ ചെയ്തു. ഇൻ ബിറ്റ്വീൻ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് എന്താ കാണിച്ചത്? ഇവിടുന്ന് താഴത്തേക്ക് വന്നു. ഫസ്റ്റ് ക്യാൻഡിൽ കഴിഞ്ഞ് താഴത്തേക്ക് വന്നു. കറക്റ്റ് ആയിട്ട് ടച്ച് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ ഉണ്ടാക്കി. ബുള്ളിഷ് ക്യാൻഡിലെ മുകളിൽ എന്താണ്? എൻ്റെ എൻട്രി ആണ്. മാർക്കറ്റ് ഈ ഒരു പോയിന്റ് വരെ പോയി. ചെറിയൊരു പ്രോഫിറ്റ് എനിക്ക് രാവിലെ തന്നെ കിട്ടിയേ. 5 മിനിറ്റ് കൊണ്ട് തന്നെ ചെറിയൊരു പ്രോഫിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? സോ എഗെയിൻ മാർക്കറ്റിൽ എൻ്റെ സെൽ എൻട്രി ആണ് വരുന്നത്. സെൽ എൻട്രി മേ ബി ഇവിടെ ട്രിഗർ ആയി നോക്കുക. ഇവിടെ വെച്ചിട്ട് അതിന്റെ എസ് എൽ മിറ്റായി. തീർന്നു, ഫൈൻ, പരിപാടി തീർന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്തില്ല? ട്രേഡ് വരുന്നില്ല അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി സെക്കൻഡ് ഓപ്പർച്യൂണിറ്റിനെ മാത്രം നോക്കുക. സോ എഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് മാർക്കറ്റിൽ അടുത്ത ഡേ ഉണ്ടായിട്ട് അടുത്ത ഡേയിൽ എന്താ മാർക്കറ്റിൽ സംഭവിച്ചത്? സോ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് മുകളിലേക്ക് പോയി അല്ലേ? ഇവിടെ ഓപ്പൺ ആയിട്ട് മുകളിലേക്ക് പോകുമ്പോൾ ഫസ്റ്റത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ നമ്മൾ എന്തായാലും സ്കിപ്പ് ചെയ്യേണ്ടതുണ്ട്. സോ നോക്കുമ്പോൾ ഇതെന്താണ്? ഇതാ ഫസ്റ്റത്തെ ക്യാൻഡിലിന്റെ ഉള്ളിൽ വരുന്ന പോയിന്റ്സ് ആണ് അല്ലേ? ബട്ട് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ എനിക്ക് ട്രേഡ് വരണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്താക്കേണ്ടതുണ്ട്? ഈ ഒരു ലെവലിന്റെ താഴത്തേക്കോ അല്ലെങ്കിൽ ഈ ഒരു ലെവലിന്റെ മുകളിലേക്കോ പ്രോപ്പർ ആയിട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് തരേണ്ടതുണ്ട്. സോ ഇവിടെ വെച്ചിട്ട് അഗ്രസീവായിട്ട് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്, എസ് എൽ ആണ്. ബട്ട് താഴത്തേക്ക് മാർക്കറ്റ് എന്താക്കിയിട്ടില്ല? മൊമെന്റോ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ട്രേഡ് ഓപ്പൺ ആക്കി തന്നിട്ടില്ല അല്ലേ? സോ എഗെയിൻ ഞാൻ അടുത്ത ദിവസത്തേക്ക് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഏപ്രിൽ അല്ല മെയ് മാസം മാത്രം ഒന്ന് നോക്കൂ കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചോപ്പി മാർക്കറ്റിൽ 2 എസ് എൽ കാണുമ്പോൾ നിങ്ങൾക്ക് സങ്കടമൊക്കെ തോന്നുന്നുണ്ടാവും. ഇതിനകത്ത് കൂടുതൽ എസ് എൽ ആണല്ലോ എന്നുള്ളത്. നിങ്ങൾ ഏപ്രിൽ മാസത്തിലേക്കൊന്ന് മാർച്ച് മാസത്തിലേക്കൊന്ന് പോയി നോക്കുക. അതിനകത്ത് നിങ്ങൾക്ക് ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള, അതായത് നിങ്ങളുടെ സസ്യൂം 2 വർഷം അല്ലെ ഒരു കുറച്ച് കൂടുതലായില്ലേ 2 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഒരു 6 മാസമൊക്കെ ട്രേഡ് ഉണ്ടാക്കിയിട്ടുള്ള ലോസ് ഒക്കെ ഒരൊറ്റ മാസം കൊണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന ട്രേഡുകളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇതിനകത്തും ഈ ഒരു മാസത്തിലും ബ്ലാസ്റ്റിംഗ് ആയിട്ട് ട്രേഡുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. സോ വെരി നെക്സ്റ്റ് ഡേ മാർക്കറ്റ് എന്താ കാണിച്ചിട്ടുള്ളത്?
വെരി നെക്സ്റ്റ് ഡേ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ഓപ്പൺ ആയി താഴത്തേക്ക് വന്നു, ഇവിടെ വെച്ചിട്ടാണ് എന്റെ ട്രേഡ് വരേണ്ടത് അല്ലേ. സോ ഇവിടെ വരെ വന്നു, എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് പോയി, ബട്ട് നമ്മുടെ SL ഒന്നും മാർക്കറ്റ് പോകുന്നില്ല, ഷാർപ്പായിട്ട് താഴത്തേക്ക് തന്നെ വന്നു, നല്ലൊരു പ്രോഫിറ്റ് അന്ന് ദിവസം കാണിച്ചു മാർക്കറ്റ് അല്ലേ. എൻ്റെ ഡേ ഞാൻ ട്രേഡിലുണ്ട്, ഒരു പ്രോഫിറ്റ് മോശമില്ലാത്ത പ്രോഫിറ്റ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. റൂൾസിനെ ഞാൻ അതിന്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്, വീണ്ടും വീണ്ടും നിങ്ങളുടെ തലയിലേക്ക് ഇത് ഇഞ്ചക്ട് ആവാൻ വേണ്ടിയിട്ടാണ്. സോ എഗെയിൻ അടുത്ത ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്. സോ ഇവിടെ എന്റെ പ്ലാൻ എന്താണ്, നെക്സ്റ്റ് ഡേ എന്റെ പ്ലാൻ എന്താണ്, മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു ടാർഗറ്റിന് വേണ്ടിയിട്ട് ഞാൻ ട്രേഡ് ചെയ്യും. ബട്ട് മാർക്കറ്റ് ഇവിടെ പോയിട്ട് എന്ത് ചെയ്തു, നെഗറ്റീവ് ക്യാൻഡിൽ ഉണ്ടാക്കി ദേ കിടക്കുന്ന ഷാർപ്പായിട്ട് താഴെ അല്ലേ. സോ അടുത്ത ദിവസവും ഞാൻ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കി അല്ലേ. ആൻഡ് അത് കഴിഞ്ഞിട്ട് വെരി നെക്സ്റ്റ് ഡേയിലേക്ക് വീണ്ടും ഞാൻ എന്ത് ചെയ്യാണ്, ഈ എൻ്റെ ലെവലിനെ ഞാൻ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. സോ ഞാനിവിടെ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കാണാൻ പറ്റി, ഇവിടുന്ന് ഫസ്റ്റ് ക്യാൻഡിൽ ഞാൻ സ്കിപ്പ് ചെയ്തു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോട്ടൽ ക്യാൻഡിൽസിനെ ഞാൻ സ്കിപ്പ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം മാർക്കറ്റ് ഇവിടെ വെച്ചിട്ട് റിവേഴ്സൽ ക്യാൻഡിൽ ഉണ്ടാക്കി ദേ കിടക്കണം പ്രോഫിറ്റ് അല്ലേ, ഷാർപ്പായിട്ടുള്ള പ്രോഫിറ്റ് ആണ് അല്ലേ. ആൻഡ് എഗെയിൻ ഞാൻ അടുത്ത ദിവസത്തേക്ക് വീണ്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പിന്നെ രണ്ടാമത്തെ ബ്രേക്ക് ഔട്ട് വരുന്നത് ഇവിടെ വെച്ചിട്ടാണ് അല്ലേ. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഈ ഒരു ക്യാൻഡിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഇതിനകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈസ് ആക്ഷന്റെ ബ്യൂട്ടി നിങ്ങൾക്ക് മനസ്സിലാവുക. സോ ഈ ഒരു ലെവലിന്റെ തൊട്ടടുത്ത് വന്നിട്ട് ഇവിടെ വരെ വന്നിട്ടാണ് മാർക്കറ്റ് തിരിച്ചു പോയത് അല്ലേ. സോ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഇൻസൈഡ് ബാറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് എഗെയിൻ മാർക്കറ്റ് ഷാർപ്പായിട്ടുള്ള ഒരു അപ്പ് മൂവ് തന്നിട്ടുള്ളത്. സോ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു XYZ സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഇതിനെ ഞാൻ അടുത്ത ദിവസം മുതൽ ഷാർപ്പായിട്ട് ട്രേഡ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞത്. കാരണം ഇവിടെ എന്തായാലും സെറ്റപ്പ് നമുക്ക് ട്രേഡിൽ വരുന്നുണ്ട്. കാരണം എന്താണ്, ഇവിടെ മാർക്കറ്റിൽ പ്രോപ്പർ ഒരു സപ്പോർട്ടാണ്. സോ ഇവിടുന്ന് ബ്ലാസ്റ്റിംഗ് ട്രേഡിലുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് വരുന്നുണ്ട്. സോ ഇത് എക്സ്പയറി ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ലാസ്റ്റ് മൂവ്മെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പയറി ആണ്, നിങ്ങൾ നോക്കിയാൽ മതി. സോ അന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നു ഈ ഒരു പോയിന്റിലങ്ങാണ്ട് വെച്ചിട്ട് അങ്ങോട്ട് ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ, ഒന്ന് നോക്കിയാൽ മതി. ആൻഡ് എഗെയിൻ അടുത്ത ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു, ഞാനിതിൻ്റെ ലോയിനെ ഇങ്ങോട്ട് വെച്ചു, ഞാനിതിൻ്റെ ഹൈനെ ഇങ്ങോട്ട് വെച്ചു. സോ എന്താണ് വെരി നെക്സ്റ്റ് ഡേ മാർക്കറ്റിൽ എന്താ സംഭവിച്ചുള്ളത്, എനിക്ക് ട്രേഡ് വരണമെന്നുണ്ടെങ്കിൽ എവിടെ വരണം, മാർക്കറ്റ് ഒന്നെങ്കിൽ ഈ ലെവലിൻ്റെ താഴെ വരണം, അല്ലെങ്കിൽ ഈ ലെവലിൻ്റെ മുകളിൽ വരണം. മാർക്കറ്റ് എന്ത് ചെയ്തു, മാർക്കറ്റ് ഇവിടുന്ന് വന്നിട്ട് ഈ ലെവലിനെ പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്തു. സോ SL ഞാൻ ഇവിടെ വെച്ചു. കാരണം എന്താ, എൻ്റെ സ്വിംഗ് ആണ്, ഒന്നെങ്കിൽ ഇതിൻ്റെ മുകളിലും വെക്കാം അല്ലേ. സോ എങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ ട്രേഡ്, എങ്ങനെ ഉണ്ടായിരുന്നു, ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഷാർപ്പ് ഫോൾ നമുക്ക് കാണാൻ പറ്റില്ലേ. സോ എഗെയിൻ സെറ്റപ്പ് പ്രോപ്പറായിട്ട് വർക്ക് ആയിട്ടില്ലേ, ബ്ലാസ്റ്റിംഗ് ട്രേഡ് നമുക്ക് കിട്ടിയിട്ടില്ലേ. സോ രണ്ട് SL അപ്പുറത്തും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അടുത്ത ദിവസം നമ്മളുടെ SL ഒക്കെ ടേക്ക് കെയർ ചെയ്തിട്ടുള്ള ട്രേഡ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇനി ഐ തോട്ട് ഞാൻ വിചാരിച്ച എന്താ വെച്ചാൽ 2-3 ട്രേഡിനെ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നുള്ളായിരുന്നു സ്റ്റോക്കിൽ. സോ ഞാൻ സ്റ്റോക്കിലേക്ക് ഇനി ഒരുപാട് ബാക്ക് ടെസ്റ്റിന് പോകുന്നില്ല. ബിക്കോസ് ഓൾമോസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നു പിന്നെ വീഡിയോ അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ലെങ്തി ആയി പോകും. സോ അടുത്ത ദിവസത്തേക്ക് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം എനിക്ക് ലോങ് ട്രേഡ് വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, മാർക്കറ്റ് ഇവിടെ ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ആയത്, ഒന്നെങ്കിൽ ഇതിന് താഴത്തേക്ക് വരണം, അല്ലെങ്കിൽ ഈ ഒരു ലെവലിന്റെ മുകളിലേക്ക് വരണം അല്ലേ. സോ ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അഗ്രസീവ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താവുന്നില്ല, എൻട്രി കിട്ടുന്നില്ല. സോ ഇവിടെ നിന്നൊക്കെയാണ് എൻട്രി വരുന്നതെങ്കിൽ ഇതാണ് എൻ്റെ SL ആയിട്ട് വരുന്നത്. ലാസ്റ്റ് സ്വിംഗ് ഇതാണ്. എന്താ നിങ്ങൾക്ക് വേണ്ടേ, ഇപ്പുറത്ത് 6 SL കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒറ്റ ട്രേഡ് പോലെ കാര്യങ്ങൾ തീരുമാനമാക്കാൻ. ടോട്ടലി നമുക്ക് 6 SL കിട്ടിയിട്ടില്ല, ഞാൻ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. ഫ്ലോ കുറച്ച് കൂടുന്നുണ്ട് അല്ലേ. അങ്ങനെ അഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓക്കെ ഇതിൻ്റെ ലോ ഞാൻ എടുത്തു, ഇതിൻ്റെ ലോയും ഹൈയും ഞാൻ മാർക്ക് ചെയ്തു വെരി നെക്സ്റ്റ് ഡേയിലേക്ക് വേണ്ടിയിട്ട്. ലോയും ഹൈയും ഞാൻ മാർക്ക് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എന്താ കാണാൻ പറ്റിയത്, ഇവിടെ നിന്നൊരു ഷോർട്ട് റൈഡാണ് എനിക്ക് വന്നിട്ടുള്ളത് അല്ലേ. സോ ഇതിൻ്റെ മുകളിലായിട്ടാണ് എനിക്ക് SL വന്നിട്ടുള്ളത്. സോ അന്നത്തെ ദിവസം എന്തായിട്ടുണ്ട്, മാർക്കറ്റ് ലോവർ ലെവൽ തന്നെ ക്ലോസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും പ്രോപ്പർ ആയിട്ടൊരു സൈഡ് വൈസ് മാർക്കറ്റ് തന്നെ മാർക്കറ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട് ക്ലിയർ ആയിട്ട്, മാർക്കറ്റിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ചെറുപറ ട്രേഡുകളോ നമുക്ക് വരുന്നില്ല. സെറ്റല്ലേ പരിപാടി, സെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എഗെയിൻ മാർക്കറ്റിൽ വെരി നെക്സ്റ്റ് ഡേ എന്താ സംഭവിച്ചിട്ടുള്ളത്, 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഈ ഒരു മാസം തീരും. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോക്കിലും കൂടി നോക്കാം. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ എന്താ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത്, എഗെയിൻ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ക്യാൻഡിൽ കണ്ടിട്ട് അതിൻ്റെ താഴെയാണ് എന്ത് വരേണ്ടത്, എൻ്റെ ട്രേഡ് വരേണ്ടത് അല്ലേ. സോ ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്തിട്ട് വന്ന നെഗറ്റീവ് ക്യാൻഡിൽ ഏതാണ്, ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞൊരു കാര്യം. ഇവിടെ ഇങ്ങനെ ഒരു പോസിറ്റീവ് ക്യാൻഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു കോമൺ സെൻസ് യൂസ് ചെയ്യാം. സോ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്യാൻഡിലെ താഴെ SL പിന്നെ ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു സിംഗിൾ SL വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് ടാർഗറ്റും ഇല്ല, പ്രോഫിറ്റും ഇല്ല, ചുമ്മാ ഇരിപ്പ് മാത്രമേ ഉള്ളൂ. സോ ഇങ്ങനെ ഒരു സിനാരിയോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ ലോയിനൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് കുറച്ചൊരു എന്താ പറയുക, മാർക്കറ്റിനെ പറ്റിക്കാൻ നോക്കുന്ന ആ ഒരു നമുക്കൊരു വിളവുണ്ടല്ലോ, ആ ഒരു വിളവ് നമ്മളുടെ ട്രേഡിലും ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് എന്തായിട്ടില്ല, പ്രോപ്പറായിട്ടൊരു ട്രേഡ് വന്നിട്ടില്ല. ബട്ട് വെരി നെക്സ്റ്റ് ഡേ മാർക്കറ്റിൽ എന്തായിട്ടുണ്ട്, ലോയിനെ ഞാൻ മാർക്ക് ചെയ്തു,
ഹൈനെ ഞാൻ മാർക്ക് ചെയ്തു അല്ലേ. സോ വെരി നെക്സ്റ്റ് ഡേ മാർക്കറ്റിൽ എന്തായിട്ടുണ്ട്, എനിക്ക് എൻ്റെ ട്രേഡ് വരേണ്ട പോയിന്റ് ഏതാണ്, ഗ്യാപ് ഡൗൺ മാർക്കറ്റ് ഓപ്പൺ ആയി. ഗ്യാപ് ഡൗൺ മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ ലെവലിന്റെ മുകളിലേക്ക് മാർക്കറ്റ് വരണം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നെഗറ്റീവ് ക്യാൻഡിൽ കാണിച്ചു കഴിഞ്ഞാൽ താഴത്തേക്കുള്ള ട്രേഡിന് എനിക്ക് പ്ലാൻ ചെയ്യാം അല്ലേ. സോ ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് എനിക്ക് ഇവിടെ തന്നു. ഇത് SL വലുതാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്തു, ഞാൻ വെയിറ്റ് ചെയ്തു, സെക്കൻഡറി ഓപ്ഷൻ എനിക്ക് ഇവിടെ തന്നു, പ്രോപ്പർ ഹാമർ ക്യാൻഡിൽ. ഇതിന്റെ താഴെ ഞാൻ SL ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബൂം ബൂം 3 ക്യാൻഡിൽ കൊണ്ട് എന്തായി, പരിപാടി തീർന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത ട്രേഡ് എവിടെ വരാൻ പോണത്, ഇവിടെ വന്ന് മാർക്കറ്റിൽ എന്തും സംഭവിച്ചേക്കാം അല്ലേ. ഇവിടെ വന്ന് മാർക്കറ്റിൽ എന്തും സംഭവിച്ചേക്കാം. ഷോർട്ട് ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴത്തേക്ക് ഷോർട്ട് ട്രേഡ് വന്നിട്ടില്ല കേട്ടോ. ആൻഡ് ഓൾമോസ്റ്റ് ഇതിന്റെ താഴത്തേക്കും ഷോർട്ട് ട്രേഡ് വന്നിട്ടില്ല. സാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ക്യാൻഡിൽ കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴത്തേക്ക് വരുമ്പോഴേ പിന്നെ അടുത്ത ട്രേഡ് വരുന്നുള്ളൂ അല്ലേ. ബട്ട് ലോങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് അടുത്ത ട്രേഡ് വന്നു ആൻഡ് ഇതിന് ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഫിറ്റ് വന്നു. ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ, ഈ ഒരു സെറ്റപ്പ് മുമ്പേ എൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ഇൻക്യാഷ് ചെയ്തിട്ടുണ്ടാവും, ടു ബി ഫ്രാങ്ക്. കാരണം ഇത് പ്രോപ്പറായിട്ട് പ്രീവിയസ് 2-3 മാസം നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കും, ബ്ലാസ്റ്റിംഗ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. സോ എഗെയിൻ ലാസ്റ്റ് എക്സാമ്പിൾ ഓൺ ഇൻഡെക്സിലെ ലാസ്റ്റ് എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയായിരുന്നു എൻ്റെ ക്യാൻഡിലെ ലോയും ഹൈ ഉണ്ടായിരുന്നത്. വെരി ലാസ്റ്റ് ഡേയിലെ ട്രേഡിംഗ് അല്ലേ. കമൻറ്റായിട്ട് നിങ്ങൾ എന്തായാലും രേഖപ്പെടുത്തണം കേട്ടോ. സത്യമായിട്ട് കുറച്ച് കൂടുതൽ പണിയെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിനകത്ത്. സോ കാരണം ഈ റൂൾസൊക്കെ നമ്മൾ ചിലത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഓൺ ദ ഗോയിൽ നമ്മൾ വീണ്ടും റൂൾസ് മാറ്റേണ്ടതായിട്ട് വരും. ഒരു സ്ട്രാറ്റജിനെ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഓൺ ദ ഗോയിൽ, അതായത് നമ്മളൊരു 2-1 മാസമൊക്കെ ചാർട്ടിനെ ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ റൂൾസ് മാറ്റിയിട്ട് ആദ്യം മുതൽ വീണ്ടും നോക്കി വരേണ്ടതായിട്ട് വരും. അപ്പോഴേ നമുക്ക് പ്രോപ്പർ റൂൾസ് കിട്ടുള്ളൂ. സോ ഇന്നത്തെ ഈ ശനിയാഴ്ച രാവിലെ വന്നിട്ട് ഈ സമയം വരെ ഇത് തന്നെയാണ് പണി. സോ എഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത്, ഈ ഒരു ദിവസം മാർക്കറ്റ് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്തുള്ളൂ. സോ സെക്കൻഡ് ഡേയിൽ നമുക്ക് ഫസ്റ്റ് പ്ലാൻ എന്താണ് നമ്മളുടെ, ഞാൻ ഇതിനെ ഒന്ന് അങ്ങോട്ട് ചേഞ്ച് ചെയ്യാം കേട്ടോ. 1 സെക്കൻഡ്. അവിടെ തന്നെ നിൽക്കട്ടെ അല്ലേ, കാണാൻ പറ്റുമല്ലോ, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുമല്ലോ അല്ലേ. സോ 26-ാം തീയതി എന്ന് പറഞ്ഞത് ഇതാണ്. സോ നമുക്ക് ബൈയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകേണ്ടതുണ്ട്, ബിയോണ്ട് ദിസ് ലെവൽ പോകേണ്ടതുണ്ട് അല്ലേ. ബട്ട് സെല്ലിലേക്ക് വരണമെന്നുണ്ടെങ്കിലോ ഈ ഒരു ലെവലിന്റെ താഴെ പ്രോപ്പറായിട്ടുള്ള ക്യാൻഡിൽ ക്ലോസ് കിട്ടിയാൽ മതി. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലാണ് എൻ്റെ SL. മാർക്കറ്റിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്, എനിക്ക് അന്നത്തെ ദിവസം പ്രോപ്പറായിട്ട് താഴത്തേക്കുള്ള ട്രേഡ് ഉണ്ട്. ഇവിടെ എൻ്റെ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ ടാർഗറ്റ് ആണ് അല്ലേ. ഇനി ഇതിന് SL ആയിട്ട് തന്നെ നിങ്ങൾ കണക്കൂട്ടിക്കോ. എഗെയിൻ ഇവിടെ വന്നിട്ട് വീണ്ടും ട്രേഡ് അല്ലേ, ലാസ്റ്റിംഗ് ആയിട്ടുള്ള 1/3 ടാർഗറ്റിലെ ഉണ്ട്. സോ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, പോയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ഒരു 4 മാസം നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ നോക്കുക. സെറോദയാണെന്നുണ്ടെങ്കിൽ സെറോദയുടെ ചാർട്ട് എടുക്കുക. ഇവിടെ ഇങ്ങനെ മറ്റേ ആ ഒരു സാധനത്തിന്റെ വിൻഡോ ഉണ്ടാവും. ആൻഡ് അതിന്റെ കൂട്ടത്തിൽ തന്നെ പോപ്പപ്പ് ചാർട്ട് എന്നോ അല്ലെങ്കിൽ ഓപ്പൺ എക്സ്റ്റേണൽ വിൻഡോ എന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇവിടെ ഒരു ബട്ടൺ കിട്ടും. അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്സ്റ്റോക്സ് ആണെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ആൻഡ് ഫയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഇനി ക്യുക്കായിട്ട് ഒറ്റ സ്റ്റോക്കിലേക്ക് ഞാൻ പോവാം. ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കിനെ തന്നെ ഞാൻ കാണിച്ചു തരാം. JSW സ്റ്റീൽ ഇക്വിറ്റി. ആൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഞാൻ അവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ JSW സ്റ്റീൽ ലിമിറ്റഡ്. ഞാൻ സ്റ്റോക്കിനകത്ത് ഞാൻ 3 എക്സാമ്പിളേ കാണിച്ചു തരുന്നുള്ളൂ. കാരണം തൊണ്ടയിൽ നല്ല കിച്ച് ഉണ്ട്. സോ നമുക്കൊരു 19-ാം തീയതി മുതലുള്ള എക്സാമ്പിളെ നോക്കാം. സോ ഇവിടെ ഞാൻ എടുത്തു, ഇതിൻ്റെ ഹൈനെ ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ, ഫൈൻ അല്ലേ. സോ ഹൈനെ ഞാൻ മാർക്ക് ചെയ്തു, ലോയിനെ ഞാൻ മാർക്ക് ചെയ്തു. സോ 19-ാം തീയതി മുതലാണ് ഞാൻ ഇതിനെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഹൈനെയും ഞാൻ മാർക്ക് ചെയ്തു, ലോയിനെയും ഞാൻ മാർക്ക് ചെയ്തു. ഞാൻ 20-ാം തീയതിക്കത്തെ ട്രേഡിനാണ് നോക്കുന്നത്, 22-ാം തീയതിക്കത്തെ ട്രേഡിനാണ് നോക്കണം അല്ലേ. സോ ഇവിടെ വെച്ചിട്ട് എൻ്റെ റേഞ്ച് ബ്രേക്ക് ഡൗൺ ആയി, മാർക്കറ്റ് ഷാർപ്പായിട്ട് താഴത്തേക്ക് വന്നു, ചെറിയൊരു പ്രോഫിറ്റ് എനിക്ക് കാണിച്ചു അല്ലേ. ആൻഡ് എഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെരി നെക്സ്റ്റ് ഡേയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ പറഞ്ഞതുപോലെ സ്റ്റോക്കിനെ നോക്കുമ്പോൾ ഒരു 750 to 100, 750 to 1100 മനസ്സിലാവുന്നില്ലേ. ആ ഒരു റേഞ്ചിലുള്ള സ്റ്റോക്കിനെ നോക്കിയാൽ മതി. ചില സമയത്ത് കിളി പോകും, അതാണ്. സോ എഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടതുണ്ട്, മാർക്കറ്റ് ഈ റേഞ്ചിന്റെ മുകളിൽ ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു, ഷാർപ്പായിട്ടുള്ള പ്രോഫിറ്റ് തന്നു മുകളിലേക്ക് അല്ലേ. ബട്ട് താഴത്തേക്കുള്ള ട്രേഡ് നമുക്ക് എന്തായിട്ടില്ല, ആക്റ്റീവ് ആയിട്ടില്ല. ആൻഡ് എഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തും ഇതിന്റെ തൊട്ട് മുമ്പുള്ള മാസം നോക്കിയാൽ പറ്റുക, നല്ല രീതിയിലുള്ള പ്രോഫിറ്റുകൾ ഇതിനകത്തും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ 2-3 സ്റ്റോക്ക് മതി. ഈ പറഞ്ഞതുപോലെ തന്നെ 1-2 സെറ്റപ്പ് മതി. ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ എന്താ സംഭവിച്ചത്, ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ട് ഇവിടുന്ന് ക്ലോസ് തന്നത് അന്നത്തെ ദിവസം ഷാർപ്പായിട്ടുള്ള പ്രോഫിറ്റ് തന്നിട്ടുണ്ട് അല്ലേ. സോ നമ്മുടെ കയ്യിൽ ഒരു 6, 7 അല്ലെങ്കിൽ 10 സ്റ്റോക്ക് ഉണ്ടാവും. നിഫ്റ്റി 50-ലുള്ള സ്റ്റോക്കിനെ നോക്കുക. ആൻഡ് അല്ലെങ്കിൽ നിഫ്റ്റി 100-ലുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒരു 750 to 1100 എന്നുള്ള റേഞ്ചിലുള്ള സ്റ്റോക്കിനെ നോക്കുക. അതിന്റെ മുകളിലുള്ളത് നമുക്ക്
ബാക്ക് ടെസ്റ്റ് ചെയ്യാം. ബട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ലെവൽ പ്രോപ്പറായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിലുള്ള സ്റ്റോക്ക് ആയിരിക്കണം. അതിലും വലുത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പെർസെൻറ്റേജിനെ കൂട്ടണം. ആൻഡ് അതിലും വാല്യൂ കുറഞ്ഞത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജിനെ കുറക്കണം. സോ അതിലും വാല്യൂ കുറഞ്ഞാൽ നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട. ഇതാണെന്നുണ്ടെങ്കിലും ഇൻക്ലൂഡിങ് ലിവറേജ് ഒക്കെ നിങ്ങൾക്ക് ചെറിയ പ്രൈസിന് തന്നെ വാങ്ങിക്കാനൊക്കെ പറ്റും. സോ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേയിൽ എന്താ ഇന്നത്തെ ഈ ഒരു ദിവസം എന്തായി മാർക്കറ്റിൽ ഇവിടുന്നാണ് നമുക്ക് ട്രേഡ് വന്നിട്ടുള്ളത്. വാട്ട് ഇഫ് മാർക്കറ്റ് ഒന്ന് താഴത്തേക്ക് വന്നിട്ട് ഇവിടുന്ന് റിവേഴ്സൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ബ്ലാസ്റ്റിംഗ് ഡേ ആയിട്ട് മാറിയാണ് അല്ലേ. ബട്ട് അത് കഴിഞ്ഞിട്ടുള്ള വെരി നെക്സ്റ്റ് ഡേയിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്, മാർക്കറ്റ് ഇങ്ങനെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇങ്ങനെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. വലിയ റേഞ്ചാണ് ക്യാൻഡിൽ. ഈ ഒരു ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പത്തെ ക്യാൻഡിലേക്കാളും കുറച്ചുകൂടി വലിയ ക്യാൻഡിലാണ് അല്ലേ. സോ അങ്ങനെയുള്ള ക്യാൻഡിലാണ് ദിവസം വരുന്നതെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള റിവേഴ്സലിൽ പ്ലേ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ അല്ലേ. അവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടാക്കി. എൻ്റെ ടാർഗറ്റായിട്ട് എനിക്ക് ഇതിനെടുക്കാമായിരുന്നു. ബട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ബിയോണ്ട് ആ ലെവലിൻ്റെ മുകളിൽ ഷാർപ്പായിട്ട് പോയിട്ടുണ്ട് അല്ലേ. സോ ഇവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടി. ഇതൊരു SL അല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഈ ഒരു രീതിയിൽ SL വെക്കാനായിട്ട് മക്കൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ SL വാങ്ങി മരിക്കുകയുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കുക, ക്യാൻഡിൽ ഇങ്ങനെയുള്ളൊരു ക്യാൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ മുട്ടിച്ചൊരിക്കലും SL വെക്കാണ്ടിരിക്കുക. അപ്പുറത്തിരിക്കുന്ന മാർക്കറ്റ് മേക്കേഴ്സ് പൊട്ടന്മാരല്ല, അവർക്കറിയാം എൻഗൾഫിംഗ് ക്യാൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻഗൾഫിംഗ് ക്യാൻഡിൽ ഷോർട്ടിലായിട്ട് SL വെക്കുന്ന കുറേ വിളവന്മാരുണ്ടാവുന്നുള്ളത്. സോ അവിടുന്ന് ഒരു ചെറിയൊരു പോയിന്റ് താഴത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അതിനെയാണ് ബഫർ എന്ന് പറയുന്നത്. സോ ഇവിടുന്ന് മാർക്കറ്റ് എന്തായി ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡ് നമ്മൾ കാണിച്ചു. ആൻഡ് വെരി നെക്സ്റ്റ് ഡേയിലേക്കും കൂടി ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ശരിയാണല്ലേ. ഇവിടെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് ലെവലിനെ ബ്രേക്ക് ഡൗൺ തന്നു, ഷാർപ്പായിട്ടുള്ള പ്രോഫിറ്റ് താഴത്തേക്കും കാണിച്ചു. സെറ്റല്ലേ. കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. നിഫ്റ്റി ബാങ്കിലാണ് കൂടുതലായിട്ട് ഞാൻ ലെവൽസിനെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ നിഫ്റ്റിയിൽ മാത്രമാണ്, ബാങ്കിൽ മാത്രമാണ് അധികവും ട്രേഡ് ചെയ്യുന്നത്. സോ എൻ്റെ ഏതൊരു സെറ്റപ്പിനെ ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിഫ്റ്റി ബാങ്കിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഒന്നും കൂടി ഉത്സുകത കൂടും എന്നുള്ളതാണ്, പുതിയ വാക്കുകളാണ്. സോ നിങ്ങൾ എല്ലാവരും തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. എത്രത്തോളം ചാർട്ടിനെ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം ചാർട്ടിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ആൻഡ് പറഞ്ഞ പോലെ തന്നെ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടുകൾ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഈ പറഞ്ഞ റൂൾസിനെ മാത്രം ഒന്ന് ഫോളോ ചെയ്താൽ മതി. നിർബന്ധമായിട്ടും ഇന്നും നാളെയും വരും ദിവസങ്ങളൊക്കെ ബാക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. കാരണം ടൈം ഈ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടല്ലോ, ലൈക്ക് ആവശ്യമില്ലാത്ത വ്ളോഗുകൾ, അത് കാണാനായിട്ട് നമുക്ക് ഇനിയും സമയമുണ്ട്. വൺസ് നമ്മളൊരു ഒരു എന്താ പറയുക ഒരു പ്രോഫിറ്റബിൾ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും. ഇപ്പം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയമൊന്നും ആ ഒരു സമയത്ത് നമ്മൾ കൊടുക്കേണ്ടി വരില്ല മാർക്കറ്റിന്. ഇപ്പം നമ്മളൊരു 10 hours കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തൊക്കെ എത്തുമ്പോഴേ നമ്മൾ പ്രോഫിറ്റ് ആയി കഴിഞ്ഞാലേ നമുക്ക് 2 hours കൊടുത്താൽ മതിയാവും. ഇപ്പം നമുക്ക് മാർക്കറ്റിനെ വായിക്കാൻ അറിയില്ല, നമുക്ക് പഠിച്ചു തുടങ്ങണം അല്ലേ. വൺസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പരിപാടി നടക്കും. സോ ആവശ്യമില്ലാത്ത കടവണ കണ്ടിച്ചപ്പോൾ കാണുന്നതിന് മുമ്പ് പകരമായിട്ട് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. ഓഫ് കോഴ്സ് എനിക്കറിയാം ചാർട്ടിലേക്ക് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബോറിംഗ് ആണ്. കാരണം പ്രത്യേകിച്ച് പുതിയ കാഴ്ചകളൊന്നും ഇതിനകത്ത് കാണാനില്ല. ഈ റെഡും ഗ്രീനും മാത്രമല്ലേ ഉള്ളൂ. സോ പ്രത്യേകിച്ച് പുതിയതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇതിനകത്ത് കാണാനില്ല. മറ്റേതാകുമ്പം ബാക്കിയുള്ള റോഡിലൂടെ പോകുന്ന കാര്യങ്ങളും അതും ഇതൊക്കെ കാണാം, കുറച്ച് എൻ്റർടൈനിങ് ആയിരിക്കും. ഇതങ്ങനെയല്ല. ബട്ട് ടൈം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ലെവൽസിൽ മാറ്റം വരുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ലെവൽസിൽ ബ്ലാസ്റ്റിംഗ് റിസൾട്ട്സുകൾ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ബാക്കിയുള്ളവർക്കും കൂടി ഉപകാരമാവും. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.